മനസ്മിതശ്രീമുഖി സമീർത്തനാമി സമാനന്ദമികാമീശ്വരി ശിവസമാരംഭാം ഭഗവത്പാദം ശങ്കരം യോഗശങ്കരം ശങ്കരം സൗഭാഷണി തൃതീയാധ്യായം അഞ്ചാം ബ്രാഹ്മണം 1 അഥ ഹൈനം കഹോളകോഷീതകേയപ്രച്ഛ യാജ്ഞവൽക്യേതി ഹോവാച ദേവ സാക്ഷാത് പരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യജക്ഷ്യേതി യേശത്തെ ആത്മാ സർവാന്തരഃ കഥമോ യാജ്ഞവൽക്യ സർവാന്തരോ യുവശന യാപിപാസേ ശോകം മോഹം ജരാം മൃത്യും മത്വീതി ഏതം വൈത്തം ആത്മാനം വിദിത്വാ ബ്രാഹ്മണാഃ കൃഷ്ണായശ്ച വിത്തേഷണായശ്ച ലോകേഷണായശ്ച വിദ്ധായ അഥ ഭിക്ഷാചി ജഞ്ചരന്തി യാഹ്യേവ പുത്രേഷണ സാ വിത്തേഷണ യാ വിത്തേഷണ സാ ലോകേഷണ ഉഭയഹ്യേതേഷണേ ഏവ ഭവതഃ തസ്മാത് ബ്രാഹ്മണഃ പാണ്ഡിത്യം നിർവിദ്യാ ബാല്യേന തിഷ്ഠാസേത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യാ അഥ മുനിഃ മൗനം ച നിർവിദ്യാ അഥ ബ്രാഹ്മണഃ സബ്രാഹ്മണഃ കേന സ്യാം തേന ഈദൃശേവ അതോ അന്യഥാർത്ഥം തതോഹ കഹോലകോഷീതകേയ ഉപരരാമ. ഇവിടെ സന്യാസത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇത് രണ്ടു തരത്തിലൊന്ന് പാരിപ്രാജ്യം, മറ്റൊന്ന് പരമഹംസ പാരിപ്രാജ്യം. സിദ്ധാന്തി പറയുന്നു പരമഹംസ പാരിപ്രാജ്യം, പൂർവക്ഷി പറയുന്നു കേവലമായ പാരിപ്രാജ്യം. ആ പാരിപ്രാജ്യത്തിൽ അതെങ്ങനെ വേണോ ആകാം. യാനി പാരിപ്രാജ്യ അഭിഹിതാനി വചനാനി യജ്ഞോവീത ഇത്യാദീനി തന്നി അവിദ്യത് പാരിപ്രാജ്യ മാത്ര വിഷയാണീതി പരിഹൃതാനി. ഇവിടെ പറയുന്ന അദ്വൈത ആത്മബോധം, സർവാത്മബോധമെന്നോ ഏകാത്മബോധമെന്നോ ആത്മബോധം ഇതില്ലാത്തവർക്കും ആകാം. പരിവ്രജനം, സന്യാസം, എല്ലാ വിഭാഗങ്ങൾക്കും സന്യാസമുണ്ട്. ദ്വൈതികൾക്കും അദ്വൈതികൾക്കും എല്ലാവർക്കും. അതിൽ അദ്വൈതികൾ ഒഴികെയുള്ളവർ
അവർക്ക് വേണ്ടി വിധിച്ചിട്ടുള്ള സന്യാസത്തിലാണ് പാരിപ്രാജ്യ അഭീതാനി വചനാനി. എങ്ങനെ? യജ്ഞോ വീത്യവ അധീത, യജ്ഞോവീതം ധരിക്കണം, വേദാധ്യയനം ചെയ്യണം, പിന്നെ ഉപാസനകൾ ചെയ്യണം, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. തനി അവിദ്വത് പാരിപ്രാജ്യം മാത്രം വിഷയം. അത് അവിദ്വത് പാരിപ്രാജ്യം, അദ്വൈത ബോധം ഇല്ലാത്തവർ അല്ലെങ്കിൽ അദ്വൈത ബോധത്തിന് വേണ്ടി അല്ലാതെയുള്ള പാരിപ്രാജ്യം എന്ന് മനസ്സിലാക്കണം. വിഷയാണീതി പരിഹൃതാന എന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതരഥ ആത്മജ്ഞാന ബാധ സ്യാദിത്വം. മറിച്ചാണെങ്കിലോ ആത്മജ്ഞാനത്തിന് ബാധ വരും. അതായത് ഇവിടെ ശ്രുതി നിർദ്ദേശിക്കുന്ന ആത്മജ്ഞാനം അസനായ പിപാസരഹിതമായ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, ആ ബോധത്തിന് ബാധ വരും. ബാധ വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു യജ്ഞോപവീത് ഏവ അധീത. ഇത് യജ്ഞോപവീതം, ശിഖ എല്ലാം വേണം, സ്വാധ്യായം തുടങ്ങിയ കർമ്മങ്ങൾ വേണം. നിത്യകർമ്മമാണ്, നിത്യകർമ്മത്തിൽപ്പെടുന്നതാണ് സ്വാധ്യായം. അപ്പം നിത്യകർമ്മവും മറ്റും ചെയ്യണം എന്ന് വരും. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയെല്ലാം താൻ അകർത്താവാണോ എന്നുള്ള ബോധത്തിന് ബാധ വരും. കാരണം താൻ ഇന്ന കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്, വേദം വിധിച്ചിരിക്കുന്ന കർമ്മം ചെയ്യണം. അപ്പോൾ തനിക്കിന്ന കർത്തവ്യമുണ്ടെന്ന് ബോധം വരും. ഇവിടെ തത്വജ്ഞാനം എന്താ പറയുന്നത്? കൃതകൃത്യനാണ്, അതാ ബോധിപ്പിക്കുന്നു. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞവനാണ്, ഇനി കർത്തവ്യമില്ല എന്നാ ബോധിപ്പിക്കുന്നു. മറിച്ച് ഈ കർമ്മങ്ങൾ വിഹിതമാണ്, ചെയ്യണം എന്ന് വരുമ്പോൾ തനിക്ക് കർത്തവ്യങ്ങളുണ്ടെന്നുള്ള ബോധം വരും. ഇതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, തനിക്ക് കർത്തവ്യമുണ്ടെന്നുള്ള ബോധം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനത്തിന് പിന്നെ അവിടെ സ്ഥാനമില്ല. താൻ കൃതകൃത്യനാണെന്നുള്ള ബോധം നഷ്ടപ്പെടും. ഇനി താൻ കൃതകൃത്യനാണെന്നുള്ള ബോധത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തനിക്ക് കർമ്മം ചെയ്യാനുണ്ട് എന്നുള്ള ബോധം പോകും, കർത്തൃത്വ ഭോക്തൃത്വ ബോധം പോകും. ഇവിടെ പറയുന്നത് ആ ബോധത്തിൽ വരുന്ന വ്യത്യാസം മാത്രമാണ്. ഒരാൾ എങ്ങനെ തന്നെ ധരിക്കുന്നു, അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്താണ്? മീമാംസകരും മറ്റും പറയുന്നത് പോലെ ആത്മജ്ഞാനം എന്ന് പറയുന്നത് കർത്താവും ഭോക്താവുമായിട്ടുള്ള ഒരു ആത്മാവിനെ കുറിച്ചുള്ള ബോധമാണെങ്കിൽ ഈ പറയുന്ന നിത്യകർമാദികളെല്ലാം ആ ബോധത്തോടൊപ്പം പോകും, വിരോധമില്ല. ഞാൻ കർത്താവാണ്, അപ്പോൾ എനിക്ക് ചെയ്യാൻ കർമ്മം വേണം, കർമ്മമുണ്ടാകും, ഫലമുണ്ടാകും. മറിച്ച് ഇവിടെ പറയുന്ന അദ്വൈതാത്മബോധമാണെങ്കിൽ അവിടെ കർത്തൃത്വാദികളെ നിഷേധിക്കുകയാണ്. അവിടെ നിത്യകർമ്മം ഉൾപ്പെടെയുള്ള യാതൊരു കർമ്മവും തനിക്കില്ല. രണ്ടും കൂടി ഒരു കാരണവശാലും ഒരുമിച്ച് പോകത്തില്ല എന്നാണ്. ഒന്നുകിൽ ആത്മജ്ഞാനത്തെ ബാധിക്കും, അല്ലെങ്കിൽ ആത്മജ്ഞാനം മറിച്ച് ബാധിക്കും, അതിനെ നിഷേധിക്കും. ഇവിടെ ആത്മജ്ഞാനം നിഷേധിക്കുകയാണ്. ആ ആത്മബോധത്തിൽ എന്താണ്? അത് പരമഹംസ പാരിപ്രാജ്യം. അവിടെ ഒരു കർമ്മവും ഇല്ലാത്തതുകൊണ്ട്, സർവകർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നുണ്ട്. അതുമാത്രമാണ് പരമഹംസ പാരിപ്രാജ്യം എന്ന് പറയുന്നത്. നിരാശിഷം അനാരംഭം നിർനമസ്കാരം അസ്തുതിം അക്ഷീണം ക്ഷീണകർമാണം തം ദേവ ബ്രാഹ്മണം വിദുഹു. ഇവിടെ സർവകർമാഭാവം തത്വജ്ഞന കാണിക്കുകയാണ്. നിരാശിഷം നിർനമസ്കാരം, ആരെയും ആശീർവദിക്കുന്നില്ല എന്നാണ്. പ്രണമതാം നരാണാം ശിഷ്ടേർ ആശീർവാദ പ്രയുജ്യതേ. ശിഷ്ടാചാരമാണ്, ശിഷ്ടാചാരം എന്ന് പറയുന്നതാണ്. പ്രണമിക്കുന്നവനെ ആശീർവദിക്കുന്നു. ആയുഷ്മാൻ ഭവ എന്നെല്ലാം പറയാറുണ്ടല്ലോ, അതാണ് ആശീർവാദം. അപ്പൊ ഇവിടെ ഒരു തത്വജ്ഞൻ
അതിന്റെ യഥാർത്ഥമായിട്ടുള്ള നിലയെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെയുള്ള ആശീർവാദം പോലും ചെയ്യുന്നില്ല. അതിനെക്കുറിച്ചുകൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. യസ്യ യദപേക്ഷിതം തമ്പ്രതി തത് അഭിവൃദ്ധി പ്രാർത്ഥനം ആശീഹി. ഒരാൾ തന്നെ പ്രണമിക്കുമ്പോൾ ഒരു ശിഷ്ടൻ മനസ്സിലാക്കുന്നു ഇയാളുടെ ആഗ്രഹം എന്നതാണ്, സമ്പത്ത് അല്ലെങ്കിൽ പുത്രൻ, പശു, ഇതൊക്കെയാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ശിഷ്ടൻ ആശീർവദിക്കും. ഇതാ യാഥാസ്ഥികമായ സന്യാസത്തിന്റെ നിലയെക്കുറിച്ച് പറയുന്നതാണ്. തഥാച നരാണാം ഭിന്നരുചിത്വാ തഥാ അഭിമത അന്വേഷണേ വിഗ്രചിത്തസ്യ ലോകവാസന വർദ്ധത. ഇവിടെ എന്തുകൊണ്ട് നിരാശി എന്ന് പറഞ്ഞു? പറയുന്നു മനുഷ്യര് വരുന്നത് ഓരോരോ ആഗ്രഹത്തോടു കൂടിയായിരിക്കും. നരാണാം ഭിന്നരുചിത്വ. അപ്പോൾ ആശീർവദിക്കുന്ന ആൾ ചോദിക്കണം, നിനക്ക് എന്താ ആവശ്യം എന്ന് ചോദിക്കണം. എന്താ നിനക്ക് വേണ്ടത്? അപ്പോൾ വ്യഗ്രചിത്തനാവും എന്ന് വെച്ചാൽ വരുന്നവന്റെ സുഖം ദുഃഖം അവന്റെ വിശേഷങ്ങളെല്ലാം ചോദിക്കേണ്ടത്. അതാണ് വ്യഗ്രചിത്തത എന്ന് പറയുന്നത്. അയാളുടെ മനസ്സ് വിഷയോന്മുഖമാകും. ഒരാൾ പറയും എനിക്ക് രോഗം മാറണം, ഒരാൾ പറയും എനിക്ക് ധനം വേണം, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമല്ലോ. ആ വിഷയത്തിനനുസരിച്ച് ചിന്തിച്ചു വരും. അങ്ങനെ വരുമ്പോൾ ലോകവാസന വർദ്ധത. അപ്പം അയാളുടെ മനസ്സ് ഈ ലൗകികമായ വിഷയങ്ങളിലായിരിക്കും. മനുഷ്യന്റെ അന്നപാനാദികളും ഇങ്ങനെയൊക്കെയുള്ള മറ്റു വിഷയങ്ങളിലായിരിക്കും. കാരണം അതറിഞ്ഞല്ലേ ആശീർവദിക്കാൻ പറ്റും. സത്യജ്ഞാന വിരോധിനി, അത് ജ്ഞാനത്തിന് വിരോധമുള്ള കാര്യമാണ്. അങ്ങനെ നാനാ സദാസമയവും മറ്റുള്ള മനുഷ്യന്റെ സുഖദുഃഖാദി കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് ജ്ഞാനം ഉണ്ടാകത്തില്ല. അത് ജ്ഞാനവിരോധിയാകും. ലോകവാസനയാ ജന്തോ ശാസ്ത്രവാസനയാ അപ്പിച്ച ദേഹവാസനയാ ജ്ഞാനം യഥാവത് നൈവജായത്തെ. ഇതിന് എന്തു പറയുന്നു? ലോകവാസന എന്ന് പറയുന്നു. ലോകം എന്ന് വെച്ചാൽ ജനം. ജനത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് വിഷയങ്ങൾക്കനുസരിച്ച് അയാളുടെ മനസ്സിൽ വാസന ദൃഢമാകുന്നു, ആത്മബോധം നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ശാസ്ത്രവാസന. ഒരു ശാസ്ത്രം അധ്യയനം ചെയ്യുന്നു, പിന്നെ മറ്റൊന്ന്, പിന്നെ മറ്റൊന്ന്. പഠിച്ചാൽ തീരാത്ത ശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും പൂർത്തിയാക്കണം ആഗ്രഹം വരുന്നു. അവിടെയും ബോധം ഉണ്ടാകത്തില്ല. പിന്നെ ദേഹവാസന, ശരീരാത്മബോധം. അതുകൊണ്ട് പിന്നെ കാമക്രോധാദികളെല്ലാം വർദ്ധിക്കുന്നു. അതിന് ജ്ഞാനം യഥാവത്. അങ്ങനെ വരുമ്പോൾ യഥാവത് നൈവജായത, ജ്ഞാനം ശരിയായ രീതിയിൽ ഉണ്ടാകത്തില്ല എന്നാണ് ഇവിടെ ഈ പറയുന്നത്. എന്താണ്? ഒരാള് വേദാധ്യയനം ചെയ്തു, ആപാതജ്ഞാനം ഉണ്ടായി. അങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്ന ഒരാള് പിന്നെ ആഗ്രഹിക്കുന്ന മുക്തിയാണ്. അപ്പോൾ അയാള് എന്തിനു സന്യസിക്കണം എന്നുള്ള കാര്യം പറയണം. ജ്ഞാനത്തിന് വേണ്ടി സന്യാസം, അതിനെക്കുറിച്ച് പറയാം. ഇപ്പൊ വേദാധ്യയനം ചെയ്തു കഴിഞ്ഞപ്പോൾ ശിഷ്ടനായി. ഇത്തരം കർമ്മങ്ങൾ സന്യസിച്ചില്ലെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടിയുള്ള കർമ്മസന്യാസത്തെക്കുറിച്ച് അത് പറയാം. ഈ പറയുന്ന തകരാറുകളെല്ലാം വരും. അയാളുടെ മനസ്സിൽ ലോകചിന്തയെ കാണും, ആത്മചിന്ത കാണത്തില്ല. അതുകൊണ്ട് സന്യസിക്കണം എന്നാണ്. അല്ലെങ്കിൽ ലോകവാസന വർദ്ധിക്കും എന്ന് പറയുന്നു. ഇത് സ്മരണ, ഇത് സ്മൃതി പറഞ്ഞിരിക്കുന്നു. ഏതിച്ച ആരംഭ നമസ്കാരാദിഷ്വപി. ഇത് തന്നെ നമസ്കാരം, ആരംഭം തുടങ്ങിയ കാര്യങ്ങൾ. ആരംഭ സ്വാർത്ഥം പരോപകാരാർത്ഥം വാ ഗൃഹക്ഷേത്രാദി സമ്പാദന യത്ന. ആരംഭം എന്ന് പറയുന്നത് എന്താണ്? തനിക്ക് വേണ്ടി അല്ലെങ്കിൽ അന്യർക്ക് വേണ്ടി ഗൃഹക്ഷേത്രാദി ഉണ്ടാക്കുക, വീടുണ്ടാക്കുക, ക്ഷേത്രം മറ്റും ഉണ്ടാക്കുക. ഇതാണ് ആരംഭം എന്ന് പറയുന്നത്. ആ തനിക്ക് വേണ്ടിയായാലും ശരി, അന്യന് വേണ്ടിയായാലും ശരി. ഏതോ ആശീർവാദ ആരംഭവും. ഇത് രണ്ടും ഇതൊക്കെ ഒരുപാട് വിക്ഷേപം ഉണ്ടാക്കുന്നതാണ്. മനസ്സത്തരം കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ മനസ്സിൽ വിക്ഷേപം ഉണ്ടാകുന്നിരുന്നത് സ്വാഭാവികമാണ്.
അപ്പോ വിദുഷ ത്യാജ്യോ ഇവിടെ പറയുന്നു ഈ വിദ്വാൻ ഇത് ഉപേക്ഷിക്കണം എന്ന് പറയും. വിദ്വാനത് ഉപേക്ഷിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അവന് വികല്പം ഉണ്ടാകുന്ന വരുന്ന അനുഭവത്തിൽ വരുന്ന കാര്യമാണ്. ഇത്തരം കർമ്മങ്ങളിൽ മുഴുകുന്നവർക്ക് ഒരിക്കലും ആത്മബോധത്തിൽ താല്പര്യമോ രുചിയോ ഒന്നും ഉണ്ടാകത്തില്ല. എപ്പോഴും ഇത്തരം കർമ്മങ്ങളിൽ തന്നെ അവരുടെ മനസ്സ് മുഴുകിയിരിക്കും. അതിന് താല്പര്യം വരും, അതിന് വാസന വരും. അപ്പോൾ അവർ ഇത് വിടും. അപ്പോൾ ഇവിടെ വിദ്വാൻ എന്ന് പറയുന്നത് ഇതാണ്. ആർക്കാണോ ശ്രവണത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ജ്ഞാനമുണ്ടായത്, അങ്ങനെ ഒരറിവുണ്ടായ ആള് ഇതിൽ തുടരാതെ ശ്രവണമനനാദികളിൽ തുടരാതെ മറ്റ് കർമ്മങ്ങളിൽ പോയി കഴിഞ്ഞാൽ അയാൾ സ്വയം ജ്ഞാനിയാണെന്ന് വിചാരിച്ച് പിന്നെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പോവുകയോ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളിൽ പോയി കഴിഞ്ഞാൽ അയാൾക്ക് ജ്ഞാനം ഉണ്ടാകത്തില്ല എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ്. രണ്ടിനും കൂടെ ഒരു സമയം നിൽക്കാൻ ഒക്കത്തില്ല. ഓരോ പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ മനസ്സ് ആ പ്രവൃത്തിയുടെ മണ്ഡലത്തിലിരുന്നേ പറ്റും. പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കാതെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, ശത്രുമിത്രങ്ങൾ വരുവോടെ അതിനെക്കുറിച്ച് ചിന്തിക്കണം, അവിടെ ന്യായ അന്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, ധർമാധർമ്മങ്ങളെക്കുറിച്ച് ചിന്ത വരണം. അതിനെവിടെ ആത്മബോധത്തിന് സമയം? അത് സാധ്യമല്ല. അതുകൊണ്ടത് ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? അത് ഉപേക്ഷിച്ചിട്ട് ശ്രവണമനനാദികൾ ചെയ്യുക. അപ്പോൾ അവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അത് ഭിക്ഷ ഉണ്ട് നടത്തുക, ഭിക്ഷാടനം. അതിനുവേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത് യാഥാസ്ഥികമായ പഴയ സന്യാസത്തെക്കുറിച്ച് പറയുന്നു. എന്നുവെച്ചാൽ ആശീർവാദാഭാവയെ പ്രണമതാം ധാരാളം ഖേദസങ്കനി. ഇനി ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലോ, ഒരാളൊന്ന് നമസ്കരിക്കുകയാണ്, സന്യാസിയാണ്, എന്തെങ്കിലും ദുഃഖത്തോടുകൂടി, അപ്പോൾ അവനോട് എന്താണ് ഒന്നും ചോദിക്കാതിരിക്കുക. നീ എന്താവശ്യത്തിനാവുന്നു, എന്താ നിന്റെ ദുഃഖം, അത് ചോദിക്കാതിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് പ്രയാസമാവും. അതുകൊണ്ട് ചോദിച്ചേക്കാം എന്ന് വിചാരിച്ചാലോ, എന്നൊരാണ് അഖേദ ശങ്കനീയ. അത് ശങ്കിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ഖേദലോകവാസനയോ പരിഹാരായ നിഖില ആശീർവാദ പ്രതിനിധിച്ച നാരായണ ശബ്ദപ്രയോഗ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? സന്യാസിമാര് പറയുന്നു. ഇങ്ങനെ കർശനമായ സന്യാസ നിഷ്ഠയിലിരിക്കുന്നവരെ കുറിച്ച് പറയുന്നു. അവര് ശ്രവണമനനാദി ചെയ്യുന്നു, ഭിക്ഷാടനം നടത്തും. അവർ പിന്നെ ഒരാൾ വന്ന് നമസ്കരിച്ചു കുശലപ്രശ്നങ്ങളൊക്കെ നടത്തണം, ഇല്ലെങ്കിൽ അയാൾക്ക് പ്രയാസമാകും, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അതിനൊന്നും പോകുന്നില്ല. അയാളെന്ത് ചെയ്യുന്നു? ആരെങ്കിലും ഒന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ നാരായണ ശബ്ദപ്രയോഗം. അതിനാണ് അതൊരു സമ്പ്രദായത്തിൽ വെച്ചിരിക്കുന്നു. സന്യാസ സമ്പ്രദായത്തിൽ ഒരു നാരായണ എന്ന് പറയും. അതിലെല്ലാം തീർന്നു. നിന്റെ ദുഃഖവും വ്യസനവും എല്ലാം ഇതുകൊണ്ട് പോകുന്നെങ്കിൽ പോട്ടെ, പോകുന്നില്ലെങ്കിൽ പോകണ്ട. എന്റെ ജോലി ഇത്രയേ ഉള്ളൂ, നാരായണ. നിഖിൽ ആശീർവാദ പ്രതിനിധിത്വേന പറയുന്നു. എല്ലാ ആശീർവാദത്തിനും എന്താണ്? ആയുഷ്മാൻ ഭവ, നിനക്ക് സമ്പത്തുണ്ടാകട്ടെ, നിന്റെ രോഗം മാറട്ടെ, അത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ, ഇതിനെല്ലാത്തിനും പോലും ആരെങ്കിലും ഒന്ന് നമസ്കരിച്ചാൽ നാരായണ എന്ന് പറഞ്ഞിട്ട് നടന്നു പോകും. പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല. അതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ്. സ്തുതി നമസ്കാരവും മനുഷ്യ വിഷയവും പ്രതിഷിധ്യതേ ഈശ്വര വിഷയവും. പിന്നെ ഇവിടെ പറഞ്ഞു എന്നൊരു നമസ്കാരം അസ്തുതിയും, നമസ്കരിക്കുന്നില്ല, സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രത്യേകിച്ചും പഴയ കാലത്ത് ഈ വിദ്വാൻമാരൊക്കെ രാജസദസ്സിലൊക്കെ പോയിട്ട് അവിടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവിടെ സ്തുതികളും നമസ്കാരങ്ങളും ഒക്കെ ചെയ്യും. അതിനെയൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുകയാണ്. പറയുന്നു ഈശ്വരനെ സ്തുതിക്കാമോ നമസ്കരിക്കാമോ അതിനെ നിഷേധിക്കുന്നില്ല. ഈശ്വരൻ, ഗുരു, അതിനെല്ലാം നിഷേധിക്കുന്നു. ഈശ്വര വിഷയം എന്ന് പറയുന്നു. ഇവിടെ പറയുന്നതാണ് ഒരു സാധകൻ എന്നുള്ളതിലേക്ക് ആണ് ഇവിടെ പറയുന്നത്. ഒരാള് ശ്രവണ മനനാദി സാധനങ്ങളിൽ പോകുമ്പോൾ അതിന്റെ താല്പര്യം ഇതാണ്.
ഇന്നിപ്പോ പറയുന്നത് പോലെ ഭിക്ഷാടനവും അതുപോലെയുള്ള യാഥാസ്ഥികമായ സന്യാസമൊന്നുമില്ല. എങ്കിലും പറയുന്നതിന്റെ താല്പര്യം എന്താണ്? തന്റെ മനസ്സിന് വിക്ഷേപം വരുന്ന കർമ്മങ്ങളിലോ അത്തരം സാഹചര്യങ്ങളിലോ തുടർന്നുകൊണ്ട് ഈ സാധനങ്ങളൊന്നും സാധ്യമല്ല. അതാ പറയുന്നതിന്റെ താല്പര്യം. എന്നുവെച്ചാൽ അതുകൊണ്ടാണ് ലോകത്ത് മനുഷ്യന് ജീവിക്കാൻ കഴിയാതെ. സമൂഹ മധ്യത്തിലെന്ന് പറയുമ്പോൾ വിക്ഷേപം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് പഴയകാലത്ത് എന്ത് ചെയ്തു? സമൂഹത്തിൽ ജീവിക്കുന്നവൻ ഇങ്ങനൊരു താല്പര്യം വരുമ്പോൾ അവൻ ഭിക്ഷാടനം നടത്തും. സമൂഹത്തിൽ നിന്നും മാറിയിട്ട് വനത്തിലും മറ്റും പോയിട്ട് ഭിക്ഷാടനം നടത്തും. കാരണം അവിടെ വിക്ഷേപത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് മാറി ആശ്രമത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ചിത്തത്തിന് വിക്ഷേപം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് ഇതൊന്നും സാധ്യമേ അല്ല, നടക്കത്തില്ല. സാഹചര്യങ്ങളാണ് അതിനെ വർദ്ധിപ്പിക്കുന്നത്. ഒരുവന്റെ ആധ്യാത്മിക ജിജ്ഞാസ ഉണ്ടായിരുന്നാലും ശരി, സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ അത് നശിച്ചു പോകത്തേ ഉള്ളൂ. അവന് അതിപ്പോ എവിടെ ആയാലും ശരി, ആശ്രമത്തിലായാലും ശരി, സമൂഹത്തിലായാലും ശരി, ഒരുതൻ ചെന്നുപെടുന്നത് വിപരീത സാഹചര്യത്തിലാണെങ്കിൽ ഒരു കാരണവശാലും അവനതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് സാഹചര്യം എന്ന് പറയുന്നത് മുഖ്യമാണ്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, എന്ത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ല, തന്റെ സാഹചര്യങ്ങൾ അനുകൂലമാണ്. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ സംഘാ സഞ്ചായതേ കാമം, സംഘം കൊണ്ട് മറ്റു വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങൾ വരും. ആഗ്രഹങ്ങൾ വരുമ്പോൾ അതിന്റെ പിറകെ പോവും. അപ്പോൾ അത് അവൻ ആധ്യാത്മികമായി നശിച്ചു പോകും. ഒരു സംശയമില്ല. അപ്പോൾ ഒരാൾ ആശ്രമത്തിൽ താമസിക്കുന്നവരൊക്കെ കേമന്മാരും പുറത്തു പോയവരും നശിച്ചു എന്ന് വരുന്ന കാര്യമില്ല. ചിലർ നശിച്ചിട്ട് പുറത്തു പോകും, ചിലർ നശിച്ചാലും പുറത്തു പോകത്തില്ല. രണ്ടു തരത്തിൽ സംഭവിക്കാം. പുറത്തുപോയവർ നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നവനും നശിച്ചിട്ടായിരിക്കും വിലപിക്കുന്നത്. പുറത്താരും അറിയുന്നില്ലെന്നേ ഉള്ളൂ, മറ്റേതെല്ലാവരും അറിഞ്ഞു, ഇതാരും അറിയുന്നില്ല. രണ്ടു തരത്തിൽ സംഭവിക്കാമല്ലോ. തന്റെ നാശം പുറത്തറിയണമെന്നില്ലല്ലോ, അറിയാതെ നശിക്കും. പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാവരും അറിയും, നശിച്ചു. ആ നാശത്തെക്കുറിച്ച് വിലപിക്കുന്നവന് സ്വയം അറിയാൻ താനും നശിച്ചിരിക്കുകയാണ്, ഭാഗ്യം മറ്റാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്റെ താല്പര്യം അതാണ്. പ്രതികൂല സാഹചര്യത്തിൽ ഒരാൾക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല ആധ്യാത്മിക മാർഗത്തിൽ. അതിനെ അതിജീവിച്ചു പോകുന്നതിന് ഉള്ള ശേഷി, കാരണം അനുകൂലമായ സാഹചര്യത്തിൽ മനസ്സ് ബഹിർമുഖമാവും. പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഏകാന്തമായ ഗുഹയിൽ പോയിരുന്നാൽ പോലും മനസ്സ് ബഹിർമുഖമായി പോകും, വിക്ഷേപം വരും. ഗുഹയിൽ നിന്ന് പുറത്തു വരാൻ തോന്നും. അതേസമയം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരാൾ വിപരീത സാഹചര്യത്തിൽ ഇരുന്നാലോ, വിഷയ സംസർഗത്തിലാണ് അയാൾ ഇരിക്കുകയാണെങ്കിൽ ഒരാളുടെ മനസ്സ് പതറിപ്പോകുന്നതിനും അയാൾ ആധ്യാത്മികമായി അധപ്പതിക്കുന്നതിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഒരാളെയും കുറിച്ച് കുറ്റം പറഞ്ഞിട്ടോ വിലപിച്ചിട്ടോ കാര്യമില്ല. സാഹചര്യമാണ്. സാഹചര്യം വന്നാൽ പതിച്ചു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അക്ഷീണത്വം, അധീനത്വം. ഇപ്പോൾ ദീനനാകാൻ പാടില്ല ഒരിക്കലും. എന്ന് വെച്ചാൽ അധൈര്യം, ധൈര്യമില്ലായ്മ, അത് വരാൻ പാടില്ല. മനസ്സ് തളരാൻ പാടില്ല. അലബ്ധ്വാന വിഷീദേത കാലേ കാലേശനം ക്വചിത് ലബ്ധ്വാന ഹൃഷീത് ധൃതിമാൻ ഉഭയം ദൈവതന്ത്രിതം. അത് ഈ ഭിക്ഷാടനത്തെ കുറിച്ച് പറയാണ്. അങ്ങനെ ഭിക്ഷാടനം എന്ന് പറയുമ്പോൾ ഉറപ്പുള്ള കാര്യമില്ലല്ലോ. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കത്തില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിലില്ല. ഇപ്പൊ കാലേ കാലേശനം ക്വചിത്, സമയാസമയങ്ങളിൽ ഭക്ഷണം കിട്ടിയില്ലെന്ന് വരും ഭിക്ഷ എടുക്കുന്നവന്. അപ്പോൾ നവിഷീതേത, അതാണ് അക്ഷീണം എന്ന് പറഞ്ഞത്. അപ്പോൾ
ദുഃഖിക്കുക, ഇങ്ങനെയാണെങ്കിൽ ഭക്ഷണം കിട്ടാതിരുന്നാൽ ഞാൻ തളർന്നു പോകുമല്ലോ, മരിച്ചു പോകുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് സ്വയം അധീരനാകുക, ധൈര്യം നഷ്ടപ്പെടുക. ലബ്ധ്വ കൃഷി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ ഭിക്ഷാടനം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ഇന്നിപ്പോൾ സ്വാമിമാര് ഇങ്ങനെ ഭിക്ഷാടനം എടുക്കുന്നവരിന്നുമുണ്ട്. അതൊക്കെ വെറും ഒരു ചടങ്ങ് മാത്രം. മാനസികമായി ഈ നിലയിൽ ഭിക്ഷാടനം എടുക്കുകയും പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അടുത്ത് എവിടെ കിട്ടും, എന്ത് കിട്ടി, ഒരു കണക്കും എടുക്കാതെ ധൃതിമാൻ ആണ് ധൈര്യമുള്ളവനെന്ന് പറഞ്ഞത്. അതൊക്കെ മനസ്സിന്റെ ധൈര്യക്കുറവാണ്. ഇതിലെല്ലാം തളർന്നു പോവുക. അങ്ങനെ തളരാതെ അല്ലെന്ത് പറയുന്നു, ഉഭയം ദൈവതന്ത്രിതം. ഇതെല്ലാം തന്റെ പ്രാരബ്ധാധീനമാണ്. കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും, മരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതും പ്രാരബ്ധാധീനമാണ്. പിന്നെ താൻ ഭിക്ഷ യാചിക്കുന്നുണ്ട്, ആ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അപ്പോ അവിടെ ചോദിക്കും, എന്താ അതങ്ങ് ഒഴിവാക്കിക്കൂടി, ഭിക്ഷ യാചിക്കണ്ട, അങ്ങനെ ഒരിടത്തിരിക്കുക, കിട്ടുന്നത് അങ്ങനെ ഇരിക്കാം. പക്ഷെ ഭിക്ഷ യാചിക്കുന്നു പറയുന്നു, അതുകൊണ്ട് മറ്റു പ്രവൃത്തികളെ ഒഴിവാക്കാൻ, മറ്റു പ്രവൃത്തികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞെന്താണ്, നമസ്കാര സ്തുതി, ഒരിടത്ത് പോയി സ്തുതിച്ചും നമസ്കരിച്ചുമൊക്കെ ദക്ഷിണ വാങ്ങുന്നത് പോലെയല്ല ഭിക്ഷ എന്ന് പറയുന്നത്. പിന്നെ കർമ്മങ്ങൾ ചെയ്യുക അതുമല്ല. അത്തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവൃത്തിയെ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഭിക്ഷാടനം. അവിടെ ദൈവതന്ത്രിതമാണ്. ദൈവാധീനം എന്ന് വെച്ചാൽ പ്രാരബ്ധാധീനം. ശരീരം പ്രാരബ്ധാധീനമാണ്. ഈ ശരീരത്തിന് ലഭിക്കേണ്ടതുണ്ടെങ്കിൽ കിട്ടും എന്ന് കരുതി ഞാൻ ഭിക്ഷാടനം ചെയ്യുന്നു. അപ്പോ ക്ഷീണകർമ്മത്വം, വിധി നിഷേധാധീനത്വം എന്നുവെച്ചാൽ നിഷിദ്ധമായ കർമ്മങ്ങൾ അത് ചെയ്യുന്നില്ല, വിഹിതമായ കർമ്മങ്ങളും ചെയ്യുന്നില്ല. ഒന്നിനു വേണ്ടി, ശരീരധാരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് ദുഃഖങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഭിക്ഷാടനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഈ ആചരണം എന്തായാലും ഇന്നെടുക്കാൻ പറ്റില്ല, അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെ ഈ മനോഭാവം എന്ന് സ്വീകരിക്കും. ഇന്നിപ്പോ ഭിക്ഷാടനം സാധ്യമല്ല, അപ്പോൾ പിന്നെന്താ ചെയ്യുക? അനുകൂലമായ സാഹചര്യങ്ങളിൽ മനസ്സിന് വിക്ഷേപം ഉണ്ടാക്കാത്ത പ്രവൃത്തികൾ ചെയ്യുക, നിസ്വാർത്ഥമായി ചെയ്യുക. അത് എങ്ങനെ? ഈ ശ്രവണമന്നാദികൾക്കൊന്നും ബാധയുണ്ടാക്കാതെ. നേരത്തെ പറഞ്ഞല്ലോ, കർമ്മവും ജ്ഞാനവും തമ്മിൽ പരസ്പരം ബാധയുണ്ടാകാൻ പാടില്ല. ഒരാൾ കർമ്മത്തിൽ മുഴുകിയാൽ അവിടെ ജ്ഞാനമില്ല, നമുക്ക് കാണും. ആർക്കാണോ ഈ കർമ്മപ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യം വരുന്നത് അവർക്കൊരിക്കലും ജ്ഞാനത്തിൽ അഭിരുചി ഉണ്ടാകത്തില്ല. ഒരു വലിയ സത്യമാണ് ഭാഷ്യകാരൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ജ്ഞാനത്തിൽ നിഷ്ഠ വരുന്നവർക്ക് ഇങ്ങനെ മനസ്സിന് വിക്ഷേപം ഉണ്ടാക്കുന്ന കർമ്മങ്ങളിലും താല്പര്യം വരത്തില്ല. ഇത് അനുഭവസിദ്ധമായ കാര്യമാണ്. അങ്ങനെ ഒരു മാർഗത്തിലൂടെ ഇന്ന് പോകാൻ പറ്റും. ഇന്നത്തെ കാലത്ത് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റും. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുക. പ്രതികൂലമായ സാഹചര്യത്തിൽ തന്നെ പരീക്ഷിക്കാൻ പോയാൽ പരാജയപ്പെടും, യാതൊരു സംശയവുമില്ല. ആരുടെ മനസ്സ് കാമാധികൾക്ക് അധീനമായി പോകും. പിന്നെ ആൾക്ക് ഈ മാർഗത്തിൽ ഭ്രംശം സംഭവിക്കും. ഈ മാർഗത്തിൽ തന്നെ പോകണമെന്നൊരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇത് രണ്ടും കൊണ്ടുപോകേണ്ടി വരും. ഒന്ന്, പ്രതികൂലമായ വിക്ഷേപത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. മറ്റൊന്ന്, ശ്രവണമനനാദി സാധനങ്ങളിൽ മുന്നോട്ട് പോകുക. കർമ്മത്തെ പാടെ ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞല്ലോ,
ഭിക്ഷാടനത്തെ ഒഴിവാക്കാൻ വയ്യ. എന്തുകൊണ്ട്? അത് ശരീരസ്ഥിതിക്ക് വേണ്ടി. അതുപോലെ ശരീരസ്ഥിതിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളാകാം, ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ആ കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആ കർമ്മം തനിക്ക് എത്രമാത്രം നേട്ടമുണ്ടാക്കി എന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് പിന്നെ അത്തരം കർമ്മങ്ങൾ പരോപകാരാർത്ഥം ചെയ്യണമെന്ന് പറയുന്നത്. തനിക്ക് കർമ്മം കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനു ചെയ്യണം? അത് ആ കർമ്മം അന്യർക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, തനിക്ക് വേണ്ടിയോ അന്യന് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യരുതെന്ന് ഇവിടെ പറഞ്ഞു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഭിക്ഷാടനമാണ്. ഇപ്പൊ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടി ഭിക്ഷാടനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പൊ പിന്നെ കർമ്മം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. ഇന്നങ്ങനെയല്ല, അതൊന്നില്ല. ഭിക്ഷാടനം എന്ന് പറയുന്ന ഒന്നില്ല, അത് പോയി. പിന്നെയുള്ള എന്താണ്? പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രവൃത്തി കൊണ്ട് തനിക്ക് ലാഭമൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും അന്യന് ഉപകരിക്കുന്ന പ്രവൃത്തി ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അത് ചിത്തവിക്ഷേപത്തിന് കാരണമാകരുത്, തന്റെ കാമക്രോധാദികളെ വർദ്ധിപ്പിക്കരുത്. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാം. ആ പ്രവൃത്തിയുടെ ലാഭനഷ്ടങ്ങൾ, അതുകൊണ്ട് എനിക്ക് എന്തുമാത്രം പ്രയോജനമുണ്ടായി എന്ന് ഇവിടെ പറഞ്ഞതാണ്. കാലേ കാലേ അശനം, കൃത്യമായ സമയത്ത് ഭക്ഷണം കിട്ടുന്നു എന്ന് ഉറപ്പൊന്നുമില്ല ഭിക്ഷാടനത്തിൽ. കിട്ടിയാൽ ശരി, കിട്ടിയില്ലെങ്കിലും അതിന് വ്യാകുലതയില്ല. എന്ന് വിചാരിച്ച അയാൾ ഭിക്ഷാടനം മുടക്കൊന്നുമില്ല, അയാൾ ഭിക്ഷാടനം തുടരുന്നു. ഇനി താൻ ഭിക്ഷാടനം നടത്തിയിട്ടും അന്നം കിട്ടാതെ ഈ ശരീരം പതിച്ചു പോയാൽ അതിന് ദുഃഖമൊന്നുമില്ല. കാരണം ശരീരത്തിന്റെ പ്രാരബ്ധം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. അതിനെ നിലനിർത്താൻ വേണ്ടി തന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു. അതുപോലെ കർമ്മം ചെയ്യുന്നു. തന്റെ ശരീരധാരണത്തിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ തനിക്ക് അതുകൊണ്ട് ലഭിക്കുന്ന അതിൽ തൃപ്തനാകുക. ഇനി കൂടുതൽ വേണം, പോരാ എന്ന് കരുതേണ്ട കാര്യമില്ല. അവിടെ മുഖ്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഇതൊക്കെ? ഈ തത്വശ്രവണത്തിൽ ജ്ഞാനനിഷ്ഠയ്ക്ക്, അതാണ് അതിനുവേണ്ടിയുള്ള സന്യാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതല്ല തന്റെ താല്പര്യമെങ്കിൽ, തന്റെ ആഗ്രഹം എന്തെങ്കിലും ഒരു ഉപാസനയോ അല്ലെങ്കിൽ തന്റെ ആഗ്രഹം എന്ന് പറയുന്നത് മറ്റ് കർമ്മങ്ങളൊക്കെ ആണെങ്കിൽ ശരി, അവിടെ ഇതൊന്നും ബാധകമല്ല. അത് അതിനനുസരിച്ച് രീതി ചെയ്യാം. തത്വബോധവും കർമ്മവുമായിട്ട് എങ്ങനെ ഒത്തുപോകുന്നു, ഏത് കർമ്മം ഏതുവരെ, അതാണ് ഇവിടെ ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നത്. തം ദേവ ബ്രാഹ്മണം വിദുഹു, അങ്ങനെ ഉള്ളവനെയാണ് ദേവന്മാര് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഇവിടെ ബ്രഹ്മജ്ഞാനി എന്നുള്ള അർത്ഥത്തിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സർവകർമ്മ അഭാവം ദർശയതി സ്മൃതി വിദുഷ, അതുകൊണ്ട് വിദ്വാന് സർവകർമ്മ അഭാവമാണ് ശ്രുതി പറയുന്നത്, സ്മൃതിയും രണ്ടും. അതുകൊണ്ട് അവിടെ മറ്റു കർമ്മങ്ങളൊന്നും ഇല്ല. ഒരേ ഒരു കർമ്മം അവിടെ എടുത്തു പറയുന്നത് ഭിക്ഷാടനമാണ്, മറ്റു കർമ്മങ്ങളൊന്നുമില്ല എന്ന് പറയും. വിദ്വാൻ ലിംഗവർജിത തസ്മാത് അലിംഗോ ധർമ്മജ്ഞ. അതുകൊണ്ടെന്താണ് അങ്ങനെയുള്ളവൻ മറ്റ് പ്രത്യേകിച്ച് ഒരടയാളങ്ങളും സൂക്ഷിക്കുന്നില്ല. പരമഹംസ പരിവ്രാജകന് അടയാളമൊന്നുമില്ല. മറ്റുള്ളവർ തിരിച്ചറിയത്തക്ക രീതിയിൽ ദണ്ഡോ കമണ്ഡലോ അങ്ങനെയുള്ള അടയാളങ്ങളൊന്നുമില്ല. തസ്മാത് അലിംഗ, അവൻ അടയാളങ്ങളില്ലാത്തവനാണ്. ധർമ്മജ്ഞ, എന്നാൽ അവൻ അറിയുന്നുണ്ട്, ആത്മബോധമുള്ളവനാണ്. എന്തിച്ച തസ്മാത് പരമഹംസ പാരിവ്രാജ്യം ഏവ വിധാന ലക്ഷ്യം. അതുകൊണ്ട് സന്യാസം എന്ന് പറയുന്നത് പരമഹംസ പാരിവ്രാജ്യമാണ്, ഒരടയാളങ്ങളും ഇല്ലാത്തതും, ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് തത്വനിഷ്ഠയിലിരിക്കുന്നതും ആയ സന്യാസം. അതിനൊരടയാളമില്ല. പ്രതിബദ്ധ്യത ആത്മവിദ് സർവകർമ്മ സാധന പരിത്യാഗരൂപം. അതുകൊണ്ട് ആത്മബോധമുള്ളവൻ പരമഹംസ പാരിവ്രാജ്യത്തെ സ്വീകരിച്ചോണം. അവിടെ സർവകർമ്മങ്ങളെയും സാധനങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നർത്ഥം. യസ്മാത് പൂർവേ ബ്രാഹ്മണ ഏതം ആത്മാനം
ആ സാധന ഫലസ്വഭാവം വിദിത്വ സർവസ്മാത് സാധന ഫലരൂപാദേശനാലക്ഷണാൽ യുദ്ധായ ഭിക്ഷാചര്യം ചരന്തി സ്മ. പറയുന്ന മുമ്പ് ബ്രാഹ്മണർ ഏതസ്മാത് അനാത്മസാധന ഫലസ്വഭാവം വിദിത്വ, ഇതിന്റെ ഏതം ആത്മാനം അസാധന ഫലസ്വഭാവം വിദിത്വ, സ്വസ്വരൂപത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കി. ഇവിടെ ഇതൊന്നുമില്ല, ഇവിടെ ശിഖയും യജ്ഞോപവീതവും ഒന്നുമില്ല, അതിനെ തുടർന്ന് വരുന്ന കർമ്മങ്ങളൊന്നും തന്നില്ല എന്നറിഞ്ഞിട്ട് സർവസ്മാ സാധന ഫലരൂപാദേശനാലക്ഷണ, എല്ലാ ഏഷണകളിൽ നിന്നും യുദ്ധായ, അതിൽ നിന്നെല്ലാം മുക്തനായി ഭിക്ഷാചര്യം ചരന്തി, അവൻ ഭിക്ഷാടനം അനുഷ്ഠിച്ചിരുന്നു പണ്ട്. ദൃഷ്ടാർത്ഥം കർമ്മത്തെ സാധനം ജഹിത്വ, പ്രത്യേകം പറയുന്നു. അത് വൈദിക കർമ്മങ്ങളെ ഉദ്ദേശിച്ചാണ് അത് ആവർത്തിച്ച് പറയുന്നത്. ആ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട്, നിത്യ നൈമിത്തിക കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് എങ്ങനെയാണോ അവൻ ഭിക്ഷാടനം നടത്തിയിരുന്നത്, തസ്മാത് അദ്വിത്യേപി ബ്രാഹ്മണ, അതുകൊണ്ട് ഇന്നും ബ്രാഹ്മണന്റെ കർത്തവ്യം അതാണ്. ബ്രഹ്മവിത്ത്. എങ്ങനെയുള്ള ബ്രാഹ്മണൻ? ബ്രഹ്മവിത്ത്, ആത്മബോധമുള്ളവൻ. അവനെന്ത് ചെയ്യണം? പാണ്ഡിത്യം നിർവിദ്യ എന്നാണ് അടുത്ത് പറയുന്നത്. പണ്ഡിതഭാവം ഏതത് ആത്മവിജ്ഞാനം പാണ്ഡിത്യം. പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ആത്മബോധം എന്നർത്ഥം. നിർവിദ്യ നിശേഷം വിദിത്വ, ആത്മബോധത്തെ പൂർണ്ണമായും നേടി, ആത്മാവിനെ പൂർണ്ണമായും ഗ്രഹിച്ചിട്ട്, ആത്മാവിന്റെ സ്വരൂപത്തെ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ. ഏതത് ആത്മവിജ്ഞാനം ഏതസ്യ സമീപതരവർത്തിന പ്രതീജോ വിശിഷ്ടജ്ഞാനം, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം അത് നേടണം. അതാണ് പാണ്ഡിത്യം എന്ന് പറയുന്നത്. പാണ്ഡിത്യം എന്ന് നമ്മൾ പറയുന്നത് സാറിന് ഒരു പുച്ഛഭാവത്തിലാണ് പറയുന്നത്. പണ്ഡിതൻ എന്ന് വെച്ചാൽ ഒരുപാട് ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ആൾ, പല ശാസ്ത്രങ്ങളുള്ള ഒരാളാണെന്ന് പറയും. പക്ഷേ ഇവിടെ ശ്രുതി അങ്ങനെയല്ല പറയുന്നത്, ബ്രഹ്മവിത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. പാണ്ഡിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മബോധമുള്ളവൻ. അതിന് പാണ്ഡിത്യം എന്ന് പറയുന്നതിനൂടെ പറയുന്നുണ്ട്. എന്താണ്? പദാർത്ഥ അധിഗതി പൂർവം തദഭിസംഗതി വിരുദ്ധാർത്ഥ സ്മൃതി പശ്ചാത് തതോ വാക്യാർത്ഥ ബോധനം എന്ന് വാർത്തികാരം പറയുന്നുണ്ട്. അത് പാണ്ഡിത്യം എന്ന് പറയുന്നത് വേദ അധ്യയനം ചെയ്ത ഒരാൾക്ക് തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ശരിയായ ബോധം, അതാണ് പാണ്ഡിത്യം. ശ്രവണം എന്ന് പറയുന്നത് അത് തന്നെ. അതിനിവിടെ ഒന്ന് പറയുന്നു. എന്താണ് തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ ആദ്യം പദാർത്ഥാധിഗതി, എന്താണ് തത്വം, എന്താണ് ത്വം, എന്താണ് അസി, അതിന്റെ അർത്ഥം, ഓരോ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം. പിന്നെ തദഭിസംഗതി, ഇത് പരസ്പരം എങ്ങനെ കൂടി ചേർന്നിരിക്കുന്നു അത് മനസ്സിലാക്കണം. പിന്നെ വിരുദ്ധാർത്ഥ, അത് മനസ്സിലാക്കിയപ്പോൾ എന്താ അവിടെ ബോധിപ്പിച്ചത്? നീ ആ തത്താണ്, സത്താണ്. ഉടൻ തന്റെ മനസ്സിൽ ഞാനെങ്ങനെ സത്താവും? ഞാൻ ഈ ശരീരരൂപിയായിരിക്കുന്ന ഞാൻ, ജനന മരണങ്ങളുള്ള ഞാൻ, അതെങ്ങനെ സത്തോടെ അതിനെ നിഷേധിക്കുക? നീ എന്ന് പറയുന്നതുകൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്, നിന്റെ പരമാർത്ഥ വാസ്തവ സ്വരൂപം എന്ന് ബോധിച്ച് തതോ പശ്ചാത്തതോ വാക്യാർത്ഥ ബോധനം. എന്താണോ ശ്രുതി ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അതിനെ ഗ്രഹിക്കുക, അതിന്റെ താല്പര്യം. ശ്രുതി താല്പര്യം എന്ന് പറയും. അതാണ് ശ്രവണം. ആ ബോധമുള്ളവനാണ് പാണ്ഡിത്യം. കാരണം അതങ്ങനെ പറയാൻ കാരണം വേദം ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, മരണം വരെ വേദ അധ്യയനം ചെയ്യുന്നുണ്ട്, മരണം വരെ വേദാർത്ഥ വിചാരം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കെല്ലാം പാണ്ഡിത്യം ഉണ്ടാവണമെന്നില്ല, ഈ പറയുന്ന ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കണമെന്നില്ല. അതുകൊണ്ട് ആ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? ആത്മവിജ്ഞാനമാണ്. അത് നിർവിദ്യ നിശേഷം വിദിത്വ, ആത്മവിജ്ഞാനം നിരവശേഷം കൃത്വ. ആ ശ്രുതി പറയുന്ന തരത്തിൽ തന്നെ
ഏതെല്ലാം വിശേഷണങ്ങളോടുകൂടിയാണോ ശ്രുതി സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് അതെല്ലാം കൂടി എന്താണ്? അത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, നിരഞ്ജനമാണ്, നിരാകാരമാണ്, നിർവികാരമാണ്, നിർഗുണമാണ്, ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ ബോധിപ്പിക്കാമോ ആ രീതിയിലെല്ലാം അതിനെ ബോധിച്ച് എന്നർത്ഥം. എങ്ങനെ അതിങ്ങനെ ബോധിക്കാൻ പറ്റും? ആചാര്യത ആഗമതശ്ച, അതിന് രണ്ടും വേണം. ആചാര്യനും വേണം, ആഗമവും വേണം. ആചാര്യനുണ്ട്, പക്ഷെ ആചാര്യന് ഇതിന്റെ താല്പര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ബോധിക്കാൻ പറ്റത്തില്ല. ആഗമമുണ്ട്, പക്ഷെ ആഗമത്തിന്റെ താല്പര്യം എന്താണെന്ന് വിശദീകരിച്ചു തരാൻ ആചാര്യനില്ലെങ്കിൽ ബോധിക്കാൻ പറ്റത്തില്ല. എന്ന് പറയുന്നു ഇവിടെ എന്താണ്? വിവേക വൈരാഗ്യാഭ്യാം, വിവേക വൈരാഗ്യങ്ങളോടുകൂടി ഏഷണാപ്യോ ഉദ്ധായ, ഏഷണങ്ങളെല്ലാം ത്യജിച്ച് ശ്രുത്യാചാര്യാഭ്യാം, ശ്രുതിയിലൂടെയും ആചാര്യനിലൂടെയും കർത്തവ്യം ജ്ഞാനം നിശേഷം കൃത്വ, അറിയേണ്ട പ്രാപിക്കേണ്ട ആ ജ്ഞാനത്തെ ശരിയായ രീതിയിൽ അതിനെ നേടി പിന്നെ അത് കഴിഞ്ഞ് ബാല്യേന തിഷ്ടാസി യേഷണാവിധാന അവസാനമേവഹി തത് പാണ്ഡിത്യം. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ അവിടെ സന്യാസവും വരണം എന്നാണ്. അതാണ് ഭാഷ്യകാരൻ പറയുന്നത് മുമുക്ഷുണാവി കർമ്മ തെക്തവ്യം. നീ മുമുക്ഷുവാണോ? മുമുക്ഷുവാണെങ്കിൽ അവിടെ സന്യാസം, കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം കൂടിയേ തീരൂ. എന്തുകൊണ്ട്? ഏഷണാവിധാന അവസാനമേ വഹി തത് പാണ്ഡിത്യം. ഇത് ശരിയാവണമെന്നുണ്ടെങ്കിൽ, ഈ പാണ്ഡിത്യം, ഈ ആത്മബോധം ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സന്യാസം വേണം. ഏഷണാവിധാൻ അവസാനം, അപ്പോഴേ അത് പൂർത്തിയാകും. അപ്പോൾ അത് കർമ്മം അതിന്റെ സാധനയോടുകൂടി ത്യജിക്കുന്നു, ബാഹ്യമായി ത്യജിക്കുന്നു. മനസ്സിൽ നിന്നും അതിനുള്ള ആഗ്രഹങ്ങൾ പോകുന്നു. കർമ്മത്തോടും അതിന്റെ ഉപായങ്ങളോടുമുള്ള ധാരാപരിഗ്രഹം പോലെയുള്ള ഉപായങ്ങളോടുള്ള ആഗ്രഹം മനസ്സിൽ നിന്നുകൂടി പോകുന്നു. ആ ഏഷണയും പോകുന്നു, ഇച്ഛ കൂടി പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തത് പാണ്ഡിത്യം, ആ ബോധം ഉറയ്ക്കും. ഇല്ലെങ്കിൽ മനസ്സ് വിക്ഷിപ്തമായിക്കൊണ്ടിരിക്കും. ഒരു ജന്മം മുഴുവൻ ഈ തത്വശ്രവണത്തിലിരുന്നാലും ശരി, അങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷെ ഉള്ളിൽ ഈ പറയുന്ന ഏഷണയുണ്ടെങ്കിൽ, വിഷയാകാംക്ഷകളുണ്ടെങ്കിൽ, ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, എങ്ങനെയാണോ താൻ തന്റെ സ്വരൂപത്തെക്കുറിച്ച് ധരിക്കുന്നത് അതിന് വിരുദ്ധമായ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഇല്ലെങ്ങനെ ആ ബോധം ഉറയ്ക്കും. ശ്രവണത്തിൽ നിന്ന് പോലും ജ്ഞാനം ഉണ്ടാകത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് ഒരാള് ഇത്രയും വർഷമായി തത്വം ശ്രവിച്ചു, എന്നിട്ടും അയാൾ പതിച്ചുപോയി എന്ന് കരുതുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. കാരണം അയാൾ തത്വം ശ്രവിക്കുമ്പോൾ ആ ശ്രവണത്തോടൊപ്പം തന്നെ അയാളുടെ മനസ്സിൽ കാമനകളും ഉണ്ടെങ്കിൽ ഒരിക്കലും ആ തത്വത്തിൽ ശ്രവണം കൊണ്ട് അയാൾക്ക് പാണ്ഡിത്യം, ഈ പറയുന്ന ബോധം, വിവേകം ശരിക്കുണ്ടാകത്തില്ല. ഉണ്ടാകാതിരുന്നാൽ അയാളുടെ രാഗാദികൾക്കനുസരിച്ച് അയാൾ പ്രവർത്തിക്കും. അതിനെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരുവന്റെ ഉള്ളിൽ മറ്റൊരാൾക്കറിയാൻ വയ്യല്ലോ. ഒരാൾ ദിവ്യമായ വസ്ത്രങ്ങളൊക്കെ പൊതിഞ്ഞ് അങ്ങനെ ദിവ്യനായിരിക്കുന്നു, എന്റെ ഉള്ളിലെന്താ നടക്കുന്നത് ആർക്കറിയാം? അപ്പോ ജീവിതാന്ത്യം വരെ ഇരുന്നാലും ശരി, അങ്ങനെ ഒരാൾ ഇരിക്കുന്നു, അത് മേന്മയാണ്, അതാണ് മഹത്വം എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥമില്ല. ഒരാൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ കർമ്മങ്ങൾ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു. മരണം വരെ അയാൾ സന്യാസിയായിരുന്നു. കർമ്മങ്ങൾക്കൊന്നും പോയില്ല, ധാരാപരിഗ്രഹത്തിനൊന്നും പോയില്ല. അതുകൊണ്ട് അയാൾ ശ്രേഷ്ഠനാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്നവന്റെ ഉള്ളിൽ വേഷണം ഉണ്ടാകാം.
അപ്പോൾ അവിടെ ഏഷണാത്യാഗമാണ് മുഖ്യം, ബാഹ്യത്യാഗമല്ല. ആ ബാഹ്യത്യാഗത്തോടൊപ്പം ഏഷണാത്യാഗവും വരണം, ഏഷണാത്യാഗത്തോടൊപ്പം ബാഹ്യത്യാഗവും വരണം, രണ്ടും പറയുന്നു ഭാഷ്യകാരൻ. ഇച്ഛയുടെ ത്യാഗം, ആഗ്രഹത്തിന്റെ ത്യാഗം അതും വരണം, ബാഹ്യമായ കർമ്മത്യാഗവും വരണം. അത് വന്നില്ലെങ്കിൽ ഒന്ന് മാത്രം വന്നാൽ കൊണ്ടെന്താ പ്രയോജനം? അതാണ് സംഭവിക്കുന്നത്. പലരും ബാഹ്യമായി ത്യജിക്കും, ഉള്ളിൽ ത്യജിക്കാൻ കഴിയില്ല. അപ്പം ബാഹ്യത്യാഗം അധികകാലം നീണ്ടുപോകത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഉള്ളിലുള്ള ഏഷനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരും. ആ ഏഷനയ്ക്കനുസരിച്ച് അവരെന്താണോ ത്യജിച്ചത് അത് അതിനെ സ്വീകരിക്കും. ഇതൊക്കെ മനുഷ്യന്റെ അന്തരംഗത്തിൽ സ്വാഭാവികമായും നടന്നു വരുന്ന കാര്യങ്ങളാണ്. ചിലരിൽ അത് പ്രകടമാകുന്നു, ഒട്ടുമിക്ക പേരിലും അതൊന്നും പ്രകടമാകുന്ന ഉള്ളിൽ തന്നെ അല ഉയർന്ന് അടങ്ങുന്ന പോലെ ഉയർന്നടങ്ങിപ്പോകുന്നു. അതുകൊണ്ട് അയാൾ മാന്യനാണ്, കേമനാണ്, സന്മാർഗനിഷ്ഠനാണെന്നൊന്നും പറയാൻ പറ്റില്ല. തന്റെ നിലയെ സ്വയം തിരിച്ചറിഞ്ഞ് തനിക്കിത് അസാധ്യമാണെന്ന് ബോധ്യമായി, ശരി ഇത് വേണ്ട, എനിക്കെന്റെ ഏഷണങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നില്ല എന്ന് കരുതി അയാൾ വ്യതിചലിക്കുന്നെങ്കിൽ അതിന് ദോഷമൊന്നുമില്ല. നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് എന്തിനേയും പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുകയല്ല, രണ്ടുമല്ല. വസ്തുത എന്താണെന്ന് പറയുക. വസ്തുത എന്ന് പറയുന്നത് അവനവനെ തിരിച്ചറിയുന്നതാണ് മുഖ്യം. തനിക്കെന്താകും, തനിക്കെന്താകത്തില്ല എന്ന് തിരിച്ചറിയുക. തനിക്കൊരു കാര്യം ആകത്തില്ലെന്ന് ബോധ്യം വന്നാൽ പിന്നെ തുടരുന്നതിലൊരർത്ഥമില്ലല്ലോ. പിന്നെ പലരും തുടരുന്നത് ലോകബോധ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ തന്നോട് നീതി പുലർത്തിയിട്ടില്ല. അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ആധ്യാത്മിക മാർഗത്തിലേക്ക് കടന്നു വന്നു ബ്രഹ്മചരി, സന്യാസി, ഇങ്ങനെയൊക്കെയുള്ള ലേബലുകളിൽ തുടരുന്ന പലരും പെട്ടുപോയി തലകൂരാൻ വയ്യ എന്നുള്ള രീതിയിൽ പോകുന്നവരുണ്ട് ഒത്തിരി പേര്. അതൊരു വാസ്തവമാണ്. ഇനി എങ്ങനെ ഇതിൽ നിന്ന് തലകൂരിക്കൊണ്ട് പോകും, അങ്ങനെ കരുതി പോകുന്നവരുണ്ട്. അതിലൊന്നും അർത്ഥമില്ല. പെട്ടുപോയെന്ന് തോന്നിയാൽ ഉടൻ തലകൂരണം, അല്ലെങ്കിൽ നേരെ പോകണം. രണ്ടു വഴിയേ ഉള്ളൂ. നേരെ പോകാൻ കഴിയാതിരിക്കില്ലെങ്കിൽ പോകാതിരിക്കുക, അതാണ് നല്ലത്. പിന്നെ നേരത്തെ പറയുന്നത് അധീനനായി ധൈര്യം വിടാതെ ഒരാൾക്ക് പ്രവർത്തിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രവർത്തിക്കുക. വീഴ്ചകളെല്ലാം ഗുണപാഠങ്ങളായി എടുത്തുകൊണ്ട് പ്രവർത്തിക്കാമെങ്കിൽ. മറിച്ചാണെങ്കിൽ ഒരാൾ പതിച്ചു പോകുന്നതിന് യാതൊരു അതിശയമില്ല, അതിന് യാതൊരു അനുശോചനത്തിന്റെ ആവശ്യമില്ല, അതിന് യാതൊരു ആശ്ചര്യത്തിന്റെയും കാര്യമില്ല. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് വിലപിക്കുന്നവന്റെ പതനം എന്നാണെന്ന് പ്രതീക്ഷിച്ചാൽ മാത്രം. അതുകൊണ്ട് ഇത് ലോകത്തെ ബോധ്യപ്പെടുത്താനോ സമൂഹത്തെ ബോധ്യപ്പെടുത്താനോ മറ്റാരെങ്കിലും മുമ്പിൽ മാന്യനാകാനോ ഒന്നും വേണ്ടിയുള്ളതല്ല. ഇത് അവനവന്റെ അന്തരംഗത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. അതിന് പരാജയപ്പെടുന്ന ഉണ്ടെങ്കിൽ അവിടെ വിജയിക്കാൻ ശ്രമിക്കുക, അതേ ഉള്ളൂ. ശ്രമിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, വീണിടത്ത് നിന്ന് എണീക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ വീണെടുത്ത് കിടന്ന് കരയുന്നതിന് ആർക്കും അവകാശമില്ല. അതാ പറയുന്നു. കരഞ്ഞു കരഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു യേശനാ ഉത്ഥാൻ, അവസാനം ഈ ബോധം എന്ന് പറയുന്നത്
അത് ഇതിനൊക്കെ ഉപേക്ഷിക്കുന്നതോടുകൂടി ആ ബോധം തിട്ടപ്പെടത്തുള്ളൂ. അതെല്ലാം ഉള്ളിലിരുന്നു കഴിഞ്ഞാൽ ഈ ബോധം തിട്ടപ്പെടത്തില്ല. ഇത് ബോധമുള്ളവനെ സംബന്ധിച്ചാ പറയുന്നു, ഇല്ലാത്തവനെ സംബന്ധിച്ചല്ല. ആ പാണ്ഡിത്യം ഉണ്ടാകത്തില്ല. ഏഷണ തിരസ്കാര ഉദ്ഭവത്വ ഏഷണ വിരുദ്ധത്വം. എന്തുകൊണ്ട്? ഇത് ഏഷണകളെല്ലാം തിരസ്കരിച്ചുകൊണ്ടുണ്ടാകുന്നു. ഇത് ഏഷണയ്ക്ക് വിരുദ്ധമാണ് ഈ ബോധം. ആ ബോധം അതിന്റെ ദൃഢതയെന്നോ അതിന്റെ വ്യക്തതയെന്നോ എല്ലാം പറയുന്നത് ഏഷണ വിധാനത്തെ ആശ്രയിച്ചിരിക്കുന്നു, എന്നുവെച്ചാൽ സന്യാസത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പം മനസ്സിലാകല്ലോ, ബാഹ്യമായ സന്യാസമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വീട് ഉപേക്ഷിച്ച് ആശ്രമത്തിൽ നിന്ന് താമസിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. അത് വിവേകം കൊണ്ട് സംഭവിക്കാം, അവിവേകം കൊണ്ട് സംഭവിക്കാം. രണ്ട് രീതിയിൽ സംഭവിക്കാം. ഏഷണാവിധാനം അങ്ങനെയല്ല, വിവേകം കൊണ്ട് മാത്രമേ സംഭവിക്കൂ. ഒരാൾ സ്വാമിയാവുന്നത് ചിലപ്പോൾ അവന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കാം. കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. വിവരക്കേട് കൊണ്ടാണ് സ്വാമിയാവുന്നു. പക്ഷേ സന്യാസം വിധാനം, ഏഷണവിധാനം അങ്ങനെയല്ല. അതിന് വിവേകം ഉണ്ടെങ്കിലേ പറ്റും. അതാ ഇവിടെ പറയുന്നത്. അതിന് വിവേകം കൂടിയേ പറ്റൂ. ഏഷണ തിരസ്കാര ഉദ്ഭവത്വ. ആ ഏഷണ തിരസ്കാരം കൊണ്ട് മാത്രമേ വിവേകം ഉണ്ടാവും. പരസ്പരാപേക്ഷിച്ചിരിക്കുന്നു. വിവേകം വരണമെങ്കിൽ ഏഷണയെ ത്യജിക്കണം, ഏഷണയെ ത്യജിക്കണമെങ്കിൽ വിവേകം വേണം. ഇതൊന്നും മറ്റൊന്നിനെ ആശ്രയിച്ചാണ് മുമ്പോട്ട് പോകും. ഇതിന്റെ വൃദ്ധി എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞല്ലോ, ആചാര്യ ആഗമത്തിലൂടെ ഈ ബോധം ഉണ്ടാകുന്നവരാണ്. താൻ ആരാണ്, തന്റെ വാസ്തവസ്വരൂപം എന്താണ്. ആ ബോധത്തിനനുസരിച്ച് അയാൾക്ക് ഏഷണകളിൽ താല്പര്യം കുറയുന്നു. അത് കുറയുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഈ ബോധം ദൃഢമായി വരുന്നു. ഇങ്ങനെ മുമ്പോട്ട് പോകും. അതാണ് ഇവിടെ പറയുന്നത്. ഏഷണം അതിരസ്കൃത്യ നഹി ആത്മവിഷയസ്യ പാണ്ഡിത്യസ്യ ഉദ്ഭവ പറയുന്നു. ഏഷണകളെ ഉപേക്ഷിക്കാതെ ആത്മവിഷയസ്യ ആത്മവിഷയമായ ബോധം, ആത്മബോധം, അതിന്റെ ഉദ്ഭവം അതുണ്ടാകുന്നേയില്ല. അതൊരിക്കലും ഉണ്ടാകുന്നില്ല. ഇത് ആത്മജ്ഞാനേനൈവ വിഹിതം ഏഷണാവിധാനം. അതുകൊണ്ട് ആത്മബോധം എന്ന് പറഞ്ഞോ അവിടെ സ്വാഭാവികമായിട്ടും ഏഷണാത്യാഗം വരും. ഇത് പറയുന്നത് ഇതെല്ലാം ആന്തരികമാണ്, ബാഹ്യമായിട്ടല്ല എന്നുള്ളതാണ്. നമ്മളൊരാളെ കണ്ടിട്ട് അയാൾ സ്വാമിയാണെന്ന് പറയുന്നു, അത് ബാഹ്യമായി കണ്ടിട്ടാ പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ, അത് ആശ്രമ സന്യാസത്തെ പറയുന്നു. ഓരോ ലിംഗം അടയാളങ്ങൾ കണ്ടിട്ട് പറയുകയാണ്. ഒന്നുകിൽ അയാൾ വംശത്തിനെ വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ അയാൾ പ്രത്യേക വേഷം ധരിച്ചിരിക്കുന്നു, അയാൾ പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ വച്ചിട്ടാണ്. പക്ഷെ അതല്ല ഇവിടെ പറയുന്നു. ഇവിടെ ആത്മജ്ഞാനം അത് ആന്തരികമാണ്, ഏഷണാത്യാഗം ആന്തരികമാണ്. ഇതൊരു വ്യക്തിയിൽ വരുന്നു. ഇതൊരു വ്യക്തിയിൽ വരുമ്പോൾ പറയാം, അതാണ് സന്യാസി, അതാണ് ആത്മജ്ഞാനി എന്ന് പറയാം. ആത്മജ്ഞാന സമാന കർത്തൃക ത്വാപ്രത്യയ ഉപാദാന ലിംഗശ്രുത്യ ദൃഢീകൃതം. ഇത് അവിടെ വ്യക്തമാക്കുന്നു. എന്താണ്? ആർക്കാണോ ആത്മബോധമുള്ളത് അവന് സന്യാസം, ആർക്കാണോ സന്യാസമുള്ളത് അവന് ആത്മബോധം. ഇതിന് രണ്ടിനെയും പരസ്പരം ഒന്നിപ്പിക്കാനാണ് സമാന കർത്തൃക ത്വപ്രത്യയം പ്രയോഗിച്ചിരിക്കുന്നത്. വിദിത്വ ജ്ഞാത്വ യുദ്ധായ ഭിക്ഷാചര്യം ചരന്തി. ഇതെല്ലാം ഒരു വ്യക്തിയെ സംഭവിക്കും, രണ്ടുപേരിലല്ല. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് പരിശ്രമം എന്നാണ്. അതുകൊണ്ട് ആദ്യം പറഞ്ഞു വിവേക വൈരാഗ്യാദികളോടുകൂടി ആത്മജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്നു. അല്ലെങ്കിൽ അതുണ്ടാകത്തില്ല, ബോധം ഉണ്ടാകത്തില്ല. മനസ്സ് വിക്ഷിപ്തമായി വിഷയങ്ങളുടെ പിറകിപ്പോയി വിഷയാനുഭവത്തിൽ മനസ്സ് മുഴുകിപ്പോകും. തസ്മാദേശനാഭ്യോ വിദ്ധായ ജ്ഞാനബലഭാവേന ബാല്യേന തിഷ്ഠാസേ താതുമിച്ഛേ. ആദ്യം എന്ത് ചെയ്യണം? സന്യാസം.
ഏഷണാഭ്യോ വിദ്ധായ എല്ലാം ഉപേക്ഷിക്കുന്നു, സാധ്യ സാധനങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. അവിടെ ജ്ഞാനം ഉണ്ടാകുന്നു, ശ്രവണജ്ഞാനം. അതിൽ നിന്ന് ആ ജ്ഞാനം പോരാ, ജ്ഞാനബലഭാവേന ബാല്യേന, ബാല്യത്തിലെത്തിച്ചേരണം. ബാല്യം എന്ന് വെച്ചാൽ കുട്ടിക്കാലം എന്നല്ല ഇവിടെ ഭാഷകാരൻ അർത്ഥം പറയുന്നത്. ജ്ഞാനബലം, ബലത്തിന്റെ ഭാവം, അതാണ് ബാല്യം. വിവേകദാർഢ്യം എന്ന് നമ്മൾ പറയും, ജ്ഞാനബലം എന്ന് പറയും. ജ്ഞാനദാർഢ്യം നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നതാണ്. അതാണ് ബാല്യം. ജ്ഞാനത്തിന്റെ ഉറപ്പ്, ദൃഢത. ബലത്തിന്റെ ഭാവം ബാല്യം. ജ്ഞാനം ബലം, അതിന്റെ ദൃഢത, അതിന്റെ ദോഷരാഹിത്യം, അതിന്റെ വിശുദ്ധി, അതാണ് ദൃഢത എന്ന് പറയുന്നത്. ആ ദൃഢതയിൽ തിഷ്ഠാസേ സാധുവിച്ച് അതിൽ നിലനിൽക്കണം എന്നർത്ഥം. എവിടെ നിലനിൽക്കണം? ഈ സന്യാസത്തിന്റെ പാതയിൽ, ത്യാഗത്തിന്റെ പാതയിൽ വിവേകം കൊണ്ടേ നിലനിൽക്കാൻ ഒക്കുമെന്നാ പറയുന്നു. വിക്ഷേപങ്ങളെ ഒരുവിന് ജയിക്കണമെങ്കിൽ ഈ ദൃഢമായ വിവേകം വേണം. അഗ്നിയിൽ സ്പർശിച്ച് അതിന്റെ ഉഷ്ണം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു ശിശു പിന്നെ അഗ്നി സ്പർശിക്കത്തില്ല. അപ്പോ അഗ്നി സ്പർശിച്ച എന്ത് ഇത് ഉഷ്ണമുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന അതാണ് ദൃഢജ്ഞാനം. അതിനാണ് ദൃഢജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ ആ കുട്ടിയുടെ കൈയെ പിടിച്ച് അഗ്നിയുടെ അടുത്തോണ്ട് പോയാൽ അവൻ നിലവിളിക്കും. അതുകൊണ്ട് അവന് ദൃഢമായ ജ്ഞാനമുണ്ട്. ഇത് തൊട്ടുകഴിഞ്ഞാൽ പൊള്ളിക്കുന്നതാണ്, ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ്. അത് വിവേകം, ദൃഢജ്ഞാനം. പിന്നീട് അവൻ ഒരിക്കലും അതിൽ തൊടത്തില്ല. അതുപോലെ ഇവിടെ എന്താണ് ജ്ഞാനബലം? ഇവിടെ അടുത്ത് പറയും, ബലം നാമ ആത്മവിദ്യയാശേഷ വിഷയ ദൃഷ്ടി തിരസ്കരണം. ആത്മബോധം കൊണ്ട് വിഷയദൃഷ്ടിയെ തിരസ്കരിക്കുക. പൊള്ളുന്നതാണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ തൊടാതിരിക്കുക. അറിവാണ് ഇത് പൊള്ളുന്നതാണെന്ന് പറയുന്നത്. കുട്ടി പറയുന്നത് എന്താണ്? അതെന്റെ അനുഭവമാണ്, ഞാനിത് മുമ്പ് അനുഭവിച്ചതാണ് എന്ന് പറയും. അതുപോലെ ഇതിൽ ദൃഢത വരിക, ജ്ഞാനത്തിൽ ഉറപ്പ് വരും. ജ്ഞാന ബലഭാവി ബാല്യേന തിഷ്ഠാസി സ്ഥാതുമിച്ഛേത്. ബലം മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ആ ജ്ഞാനത്തിൽ അജ്ഞാന സംശയ വിവരങ്ങളില്ലാതിരിക്കുക, അതാണ് ബലം. നേരത്തെ ഇവിടെ പറയുന്നത് ബലം വിഷയദൃഷ്ടി തിരസ്കരണം. അത് തന്നെ കാരണം ആത്മബോധം ഉണ്ടായി, പറയുന്ന രീതിയിൽ സന്യാസവും ഉണ്ടായി, എല്ലാം ഉപേക്ഷിച്ചു, കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായി. ഇവിടെ ബാല്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനനമാണ്. ഇപ്പോ പരാതി നമ്മൾ പറയാറുണ്ട്,
ആ ആത്മാവ് എന്താണെന്ന് ബോധം വന്നു. ശരിയാണ്, പക്ഷേ എനിക്ക് ശരീരബോധം ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധം അത് പോകുന്നില്ല. ആത്മബോധമുണ്ട്, അതോടൊപ്പം ഇത് ഇരിക്കുന്നു. അത് പറയാറുണ്ടല്ലോ, ആത്മബോധമുള്ളവർക്കും ശരീരബോധമുണ്ട്. ശരീരബോധം വരുമ്പം വിശപ്പ് വരുന്നു, ദാഹം വരുന്നു. ശരീരബോധമുള്ളതിനെ അത് ഒഴിവാക്കാൻ പറ്റും. വിശപ്പും ദാഹം ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ട്? ഇല്ല. വിശപ്പ് ദാഹം ഒഴിവാക്കുന്നവന് കാമക്രോധങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. പ്രാണധർമ്മം എന്ന് പറയും. ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പ്രാണം. സാധ്യമായ കാര്യമില്ല. ശരീരബോധമുള്ളപ്പോൾ ക്ഷുത്പിപാസാദികൾ അനുഭവപ്പെടും. വാസ്തവത്തിൽ ശരീരധർമ്മം എന്ന് പറഞ്ഞാൽ അത് പ്രാണധർമ്മവും ക്ഷുത്പിപാസാദികൾ. അപ്പൊ ശരീരബോധമുള്ളവർക്ക് ശരീരധർമ്മങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കാമക്രോധാദികൾ അതുകൊണ്ടാവും. അപ്പോൾ ആത്മബോധം ഉണ്ടായി, അതുകൊണ്ട് ക്ഷുത്പിപാസാദികളൊന്നും നിവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടെ കാമക്രോധവും നിവർത്തിക്കുന്നു. അതുകൊണ്ടാവും. എന്തുകൊണ്ടവിടെ ആത്മബോധം ഉണ്ടെങ്കിൽ ശരീരബോധവും നിലനിൽക്കുന്നു. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇവിടെ ആത്മബോധം എന്ന് പറയുന്നത് എന്താണ്? മുമ്പ് പറഞ്ഞ ആപാതജ്ഞാനം. ആ ജ്ഞാനം കൊണ്ട് ശരീരബോധം ഇല്ലാതാകുന്നില്ല, ശരീരബോധം നിലനിൽക്കുന്നു, ക്ഷുത്പപാസാദി നിലനിൽക്കുന്നു, കാമക്രോധങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് ആ ജ്ഞാനം പോരാ, ആ ജ്ഞാനത്തിൽ ദൃഢത വേണം. അതാ പറയുന്നു തിഷ്ഠാസേത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്ന? ആത്മബോധം ഉണ്ടായിട്ട് ശരീരബോധം വരുന്നു. സാധനഫലാശ്രയണം ഹി ബലം ഇതരേഷം അനാത്മവിത. അവൻ ഒരു അനാത്മവിത്തിനെ പോലെയാണ്. ഒരാള് സുപ്രഭാതത്തിൽ ആത്മാവിനെ കുറിച്ച് കേട്ടു, ശരി എന്നാ അത് കൊള്ളാം, ഇനി അതിനെ സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞിറങ്ങി പുറപ്പെടുമ്പോൾ അയാള് ശരിയായ ആത്മബോധത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ കഴിയത്തില്ല. ആത്മബോധം വരും, അനാത്മബോധം വരും. എന്തുകൊണ്ടത് ആപാതജ്ഞാനം? അങ്ങനെയുള്ളവർക്ക് ആത്മബോധത്തിന്റെ ബലത്തിലല്ല, മറിച്ച് സാധനാഫലത്തെ ആശ്രയിച്ചായിരിക്കുകയാണ് മുമ്പോട്ട് പോകുന്നത്. കാമക്രോധാദികളെ ആശ്രയിച്ചായിരിക്കും മുമ്പോട്ട് പോകുന്നു. കാരണം ഇതെല്ലാം ഒന്നിനൊന്ന് ചേർന്നിരിക്കുന്നതാണ്. കാമം ഉണ്ടെങ്കിൽ അവിടെ ക്രോധം കാണും, ക്രോധം ഉണ്ടെങ്കിൽ അവിടെ കാമം കാണും, അറിവുണ്ടെങ്കിൽ അവിടെ അറിവില്ലായ്മ കാണും, വിവേകം ഉണ്ടെങ്കിൽ അവിടെ അവിവേകം കാണും. ഇതെല്ലാം സാധാരണ കാണുന്നതാണ്. അങ്ങനെ കാണുന്നിടത്താണ് ഇവിടെ പറയുന്ന ആത്മബോധം വരുന്നത്. അവിടെ പ്രബലമായ ഈ ശരീരബോധം ആത്മബോധത്തെ കീഴ്പ്പെടുത്തിക്കളെ. അല്ലെങ്കിൽ ഒറ്റത്തവണ ശ്രവിച്ച് ബോധമുണ്ടായി പ്രശ്നങ്ങളെല്ലാം തീർന്നു. അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ അനുഭവത്തെ പറയുകയാണ്. ആത്മബോധമുള്ളവന് ശരീരബോധം വരുന്നു, ക്ഷുത്പിപാസാദികൾ വരുന്നു, കാമക്രോധാദി വികാരങ്ങൾ വരുന്നു, എല്ലാം വരുന്നു.
അവൻ സ്വാഭാവികമായിട്ടും എന്തുവരുന്നു? സാധനഫലത്തെ ആശ്രയിക്കുന്നു. അവൻ മുഖ്യമായ ഒരു ആത്മവിത്തല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? തദ്ബലം ഹിത്വ, അതിനെല്ലാം ഉപേക്ഷിക്കണം. ഈ സാധനഫലത്തെ ആശ്രയിക്കുന്നു ആ ബലം. അതിനെ വിട്ടിട്ട് വിദ്വാൻ അസാധനഫലസ്വരൂപ ആത്മവിജ്ഞാനമേവ ബലം, അല്ലെങ്കിൽ ഇതിനെ മാത്രം സ്വീകരിക്കുന്നു. ആത്മവിജ്ഞാനത്തെ മാത്രം അതിനുള്ള ഒരു പക്വത വേണം വിദ്വാൻ. ആ പക്വതയാണ് ബലമെന്ന് പറയുന്നത്. അസാധനഫലരൂപാത്മവിജ്ഞാനമേവ ബലം തദ്ഭാവമേവ കേവലം ആശ്രയിത, ആ ബലത്തെ വിദ്വാൻ ആശ്രയിക്കുന്നു. ആത്മബോധമാകുന്ന ബലത്തെ ആശ്രയിക്കണം എന്ന് പറഞ്ഞാൽ ആത്മബോധം ദൃഢമാകണമെന്നർത്ഥം, ആത്മബോധം ശുദ്ധമാകണമെന്നർത്ഥം. അങ്ങനെ ശുദ്ധമായ ദൃഢമായ ബോധമുള്ളവരും മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പതനം കൂടാതെ മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ജ്ഞാനബലത്തെ ആശ്രയിക്കണം. ശരി, ജ്ഞാനബലത്തെ ആശ്രയിക്കണമെന്ന് മനസ്സിലായി. എങ്ങനെ ജ്ഞാനബലത്തെ ആശ്രയിക്കുന്നു? എങ്ങനെയാണ് ദേഹാത്മബുദ്ധിയെ തള്ളിക്കളയുന്നത്? എങ്ങനെയാണ് കാമക്രോധാദികളെ ഒഴിവാക്കുന്നത് തന്നിൽ നിന്ന്? അതാണ് മനനം. അതിനെ തന്നെ ജ്ഞാനബലം എന്ന് പറഞ്ഞിരിക്കുന്നു. ജ്ഞാനബലമില്ല എന്ന് നമ്മൾ പരാതി പറയുന്നു. ജ്ഞാനബലമില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നു. ജ്ഞാനബലം എങ്ങനെ ഉണ്ടാക്കണം? മനനം. മനനം കൊണ്ട് ആ ജ്ഞാനബലത്തെ ദൃഢപ്പെടുത്തണം. അതിനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പാണ്ഡിത്യം നിർവിദ്യ, പിന്നെ ബാല്യം നിർവിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഈ ബാല്യം എന്ന് പറയുന്നതിന് ഇവിടെ പറഞ്ഞ ബലഭാവം, ബാല്യം ശിശു എന്നുള്ള അർത്ഥം കൊടുക്കാം. പാണ്ഡിത്യത്തെ പറഞ്ഞിട്ട് ശിശുവിന്റെ ഭാവത്തെ എടുക്കണമെന്ന് പറയും. അതിവിടെ പറയും എന്താണോ? യഥാ ബാലോ അപ്രരൂഢ ഇന്ദ്രിയതയാ ന പരേഷു ആത്മാനം ആവിഷ്കർത്തും ഈഹതേ തഥാ ജ്ഞാന ധ്യാന അധ്യയന അധ്യാപന ധാർമ്മികത്വാദിഭിർ ആത്മാനം അവിഖ്യാപയൻ ദമ്പദർപ്പാതിരഹിത സ്ഥാതമിച്ഛേത്. അതാണ് ബാല്യം എന്ന് പറയുന്നതിന് പ്രസിദ്ധമായ അർത്ഥത്തെ എടുത്തും വ്യാഖ്യാനിക്കാം. കാരണം ഇത് ഭാഷ്യകാരൻ ഇതേ കാര്യം തന്നെ ബ്രഹ്മസൂത്രത്തിൽ പരാമർശിച്ചപ്പം ബാല്യശബ്ദത്തിന് ശിശു എന്നുള്ള അർത്ഥം എടുത്തത്. ഇവിടെ ബാല്യശബ്ദത്തിന് ബലം എന്നുള്ള അർത്ഥം എടുത്തു. വിവേകത്തിന്റെ ബലം, വിവേകദാർഢ്യം എന്നുള്ള അർത്ഥം എടുത്തു. അവിടെ അങ്ങനെയുള്ള ബാലഭാവം എന്നാണ്. അതിന്റെ താല്പര്യം എന്താണ്? ഒരു കാര്യത്തെ ഒരു തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കണമെന്നില്ല. പക്ഷെ തത്വം ഒന്നായിരിക്കും. പലതരത്തിലും വ്യാഖ്യാനിക്കും. ഭാഷ്യകാരൻ ബ്രഹ്മസൂത്രത്തിലൊന്ന് വ്യാഖ്യാനിച്ചു, ഇവിടെ മറ്റൊന്ന് വ്യാഖ്യാനിച്ചു. ഇതെന്താ പരസ്പര വിരുദ്ധമെന്ന് ചോദിക്കുന്നു. രണ്ടിടത്തും തത്വം ഒന്നുമല്ല. ഇവിടെ ബാല്യഭാവം എന്ന് പറയുന്നത് എന്താണ്? ബാലന്റെ അവിവേക സ്വരൂപമാണല്ല. ബാലനെന്ന് പറയുന്നത്, ശിശു എന്ന് പറയുന്നത് അങ്ങനെ പരിശുദ്ധമൊന്നുമല്ല. അതുകൊണ്ട് അവിടെയും അനേക ജന്മങ്ങളുടെ സംസ്കാരം കിടപ്പുണ്ട്. ഇനി വരേണ്ട ജന്മങ്ങളുടെ സംസ്കാരം കിടപ്പുണ്ട്. ആ സംസ്കാരത്തിനനുസരിച്ച് അവൻ പലതുമായി തീരേണ്ടവനാണ്. കാട്ടുപോത്തോ വാണ്ടാമൃഗമോ ഒക്കെ ആകേണ്ടവനാണ്. ഇപ്പം ശിശുവായി. അതുകൊണ്ട് ശിശു നിഷ്കളങ്കനാണെന്ന് പറയുന്ന അർത്ഥമില്ല. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വയ്യല്ല. പക്ഷേ ശിശുവിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? പരേഷു ആത്മാനം ആവിഷ്കർത്തും നൈഹതേ. ശിശു ആരെയും കാണുമ്പോൾ തന്നെ പ്രകടമാക്കാൻ, തന്നെ മഹത്വപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കാറില്ല. അതാണ് ശിശുവിന്റെ പ്രത്യേകത.
ഏത് തരത്തിൽ മഹത്വപ്പെടുത്താൻ ശ്രമിക്കത്തില്ല? ജ്ഞാനം, ഞാൻ അറിവുള്ളവനാണ്, എന്നെ അംഗീകരിക്കണം, എന്നെ ആരാധിക്കണം, അങ്ങനെ. ശിശുവിനതില്ല. അറിവിന്റെ അഭിമാനമില്ല, അറിവിലൂടെ മഹത്വപ്പെടുത്തില്ല. പിന്നെ ധ്യാനം, ശിശു ആരെയും ധ്യാനിച്ചാകർഷിക്കാറില്ല. പരസ്യമായിട്ട് ധ്യാനാഭ്യാസം നടത്തി ആരെയും ആകർഷിക്കാറില്ല. ഞാൻ വലിയ യോഗിയാണ്, എപ്പോഴും ധ്യാനത്തിലിരിക്കുന്നവനാണ് എന്ന് പരസ്യം കൊടുക്കാറില്ല. അധ്യയനം, ഞാൻ സദാ വേദാധ്യയനം ചെയ്യുന്നവനാണ്, വേദവ്യാഖ്യാനം ചെയ്യുന്നവനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കാറില്ല. ധാർമ്മികം, ഞാൻ ധാർമ്മികനാണ്, ദാനം മറ്റും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ് ആൾക്കാരെ ബോധ്യപ്പെടുത്തി അവരുടെ ശ്രദ്ധയും ആദരവും ബഹുമാനമൊന്നും പിടിച്ചുപറ്റാൻ ശ്രമിക്കാറില്ല. അതാണ് ഈ പ്രവൃത്തികൾ കൊണ്ട് ആത്മാനം അവിഖ്യാപയൻ, തന്നെ മഹത്വപ്പെടുത്താതെ ഇരിക്കും. അത് ശിശുവിന്റെ സ്വഭാവം. കാരണം ശിശുവിനതൊന്നും അറിയത്തില്ല, അവന് തന്നെ മഹത്വപ്പെടുത്താൻ അറിയത്തില്ല, അവൻ മഹത്വപ്പെടുത്താതിരിക്കുന്നു. അതുപോലെ ഈ ആത്മബോധിയും തന്നെ മഹത്വപ്പെടുത്തുന്നില്ല, അങ്ങനെ തന്നെ പ്രദർശിപ്പിക്കുന്നില്ല എന്നർത്ഥം. ഈ തരത്തിൽ ഇതെല്ലാം പറയുന്നത് ഒരു സാധകനെ സംബന്ധിച്ച് പറയുന്നതാണ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ ഈ തരത്തിലാകാൻ പാടില്ല എന്ന് പറയുന്നതാണ്. ഭാഷ്യകാരൻ ഭാഷ്യം എഴുതിയില്ലേ, അതിലൂടെ തന്നെ മഹത്വപ്പെടുത്തിയെന്ന് ചോദിക്കരുത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭാഷ്യകാരൻ അറിഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ അറിഞ്ഞ്, അതല്ല. ഇത് ആ സാധകന്മാരെ ഉദ്ദേശിച്ച് പറയുകയാണ്. തന്റെ ആത്മജ്ഞാന നിഷ്ഠയിൽ പ്രാരബ്ധശേഷമായി വന്ന കർമ്മത്തെ ചെയ്ത കാര്യത്തെക്കുറിച്ചല്ല പറയുന്നു, അത് വേറെ കാര്യമാണ്. ഇതാ വഴിക്ക് സഞ്ചരിക്കുന്നവൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന് മുന്നോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് അവൻ ആ ശിശുവിനെ പോലെ ആത്മപ്രഖ്യാപനം നടത്താതെ, തന്റെ അഹന്തയെ പോഷിപ്പിക്കാതെ ഒരു തത്വജ്ഞാനത്തിന്റെ സന്യാസത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ദമ്പദർപ്പാതിരഹിത, അതാണ് ദമ്പദർപ്പാദികളില്ലാതെ ശിശുവിനെ പോലെ മുമ്പോട്ട് പോകുന്നു. ബ്രഹ്മസൂത്രത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. അനാവിഷ്കുർവൻ അധികരണം അവിടെ. ഇവിടെ വ്യാഖ്യാനിച്ചത് ബലം എന്ന് പറഞ്ഞാൽ ജ്ഞാനബലം. അവിടെ വ്യാഖ്യാനിച്ചത് ബാല്യം എന്ന് വെച്ചാൽ ശൈശവം. ഇവിടെ ബാല്യം എന്ന് വെച്ചാൽ ജ്ഞാനബലം. രണ്ടുകൊണ്ടും ഉദ്ദേശിക്കുന്ന തത്വം ഒന്ന് തന്നെ, രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചു. ഇവിടെ മാത്രമല്ല, പല ഉപനിഷത്ത് ഭാഗങ്ങൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഭാഗങ്ങളിൽ തന്നെ പലയിടത്തും ഉപനിഷത്തിൽ ഭാഷ്യകാരൻ ഒരു തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ബ്രഹ്മസൂത്രത്തിൽ അതേ ഭാഗം തന്നെ വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടും അദ്വൈത തത്വത്തെ തന്നെയാണ് പറയുന്നത്. പക്ഷെ വ്യാഖ്യാന ശൈലിയിലും പ്രയോഗിച്ചിരിക്കുന്ന പദത്തിലും ആ പദങ്ങളിലും ആശയ ആവിഷ്കരണ രീതിയിലും എല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ പല പ്രക്രിയകളെ സ്വീകരിച്ചിരിക്കുന്നത്. ഏത് വിചാര രീതിയിലൂടെ പോയാലും തത്വം മനസ്സിലാക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ ആ വിചാര രീതി ഇന്നത് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, അതിന് വാശിയില്ല. അത് ഇതിൽ നാം മനസ്സിലാക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നുണ്ട്. ജ്ഞാനബലഭാവേന ബാല്യേന തിഷ്ഠാസി, ജ്ഞാനത്തിന്റെ ദൃഢതയിൽ, ജ്ഞാനത്തിന്റെ വ്യക്തതയിൽ മനനം കൊണ്ട് നിൽക്കണം. എന്നാൽ മാത്രമേ അവന് പതനത്തെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയൂ. തദ്ബലം ഹിത്വ വിദ്വാൻ അസാധന
ഫലസ്വരൂപാത്മവിജ്ഞാനമേവ ബലം തദ്ഭാവമേവ കേവലം ആശ്രയേ. ആ സാധന ഫലത്തെ ആശ്രയിക്കുന്ന ആ ബലത്തെ ഉപേക്ഷിച്ചിട്ട് എന്താണ് ആത്മവിജ്ഞാനമാകുന്ന ബലം, അത് ഇതിനെയൊന്നും ആശ്രയിക്കുന്നതല്ല. തദ്ഭാവമേവ കേവലം ആശ്രയം. ഇവിടെയും നമ്മൾ സാധാരണ പറയും എന്താണ്, അതിന് ശക്തി വേണം, ആധ്യാത്മികമായ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നതിന് ശക്തി വേണം. അപ്പോൾ എവിടെയായി ശക്തി? എന്തിലാണ് ഈ ശക്തി? അവനവന്റെ വിവേകത്തിലാണ് ശക്തി. ആ ശക്തി എങ്ങനെ ഉണ്ടാകുന്നത്? ചെല്ലു പറയും അത് ഈശ്വരൻ തരുന്നതാണ് ആ ശക്തി, ചെല്ലു പറയും ഗുരു തരുന്നതാണ് ആ ശക്തി. എങ്ങനെ ഉണ്ടാകണമെന്നല്ല ഇവിടെ പറയുന്നത്. എന്താണ് ആ ശക്തി എന്നുള്ളതാണ്. അതാ വിവേകമാണ് ശക്തി. അത് ദൃഢത വേണം എന്നർത്ഥം. തദാശ്രയണ ഹി കർണാനി യേശന വിഷയെ ഏനം ഹത്വ സ്ഥാപിക്കുന്നു. വിവേകത്തിന് ദൃഢതയുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, തൊട്ട് പൊള്ളിക്കഴിഞ്ഞാൽ അവന് ഉറപ്പ് വരുന്നു. അറിവിന്റെ ദൃഢതയാണ് അവിടെ. ശിശു അവൻ വിവേകമില്ലാത്തവനാണ്, പക്ഷെ അഗ്നിയിൽ തൊട്ട് പൊള്ളിക്കഴിഞ്ഞാൽ അവന് ദൃഢമായ ജ്ഞാനം വരുന്നു. ഇത് അപകടകാരിയാണ്. അതുപോലെ വിഷയങ്ങളെ സംബന്ധിച്ചും അത് എല്ലായിടത്തും അത് സാധ്യമല്ല. വിഷം കഴിച്ച് മരിച്ചിട്ടല്ല അറിയുന്നത് എന്താണ് വിഷം ദോഷം ചെയ്യുന്നതാണ്. പക്ഷെ അല്ലാതെ തന്നെ അവന് വിഷത്തെക്കുറിച്ച് ദൃഢമായ ബോധമുണ്ട്. വിവേകം എന്ന് പറയുന്നത് അതാണ്. അത് സ്വാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം, മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും വരാം. മറ്റുള്ളവർ വിഷം കഴിച്ച് മരിക്കുന്നു, ഇത് വിഷക്കായാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ മരിക്കും. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നാം മനസ്സിലാക്കുന്നു, അവന് ദൃഢമായ ബോധം വരുന്നു. താൻ തന്നെ അത് ചെയ്യണമെന്നില്ല. അപ്പൊ ഇത് ദോഷമാണെന്നറിയാൻ ഇത് അനുഭവിക്കേണ്ടേ? അങ്ങനെയില്ല. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും അതാണ് ഊഹാപോഹ വിചക്ഷണം എന്ന് പറയുന്നത്. അവന് വിവേകമുള്ളവനത് മനസ്സിലാകും. അവൻ ശിശുവല്ലല്ലോ, ശിശുവിനെ പോലല്ല. ശിശുവിന് അങ്ങനെയുണ്ട്. മറ്റുള്ളവരാരെങ്കിലും വിഷം കഴിച്ച് മരിക്കുന്നുണ്ട്, ചിലപ്പോൾ ശിശുവിനത് മനസ്സിലാവത്തില്ല. ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെ തൊട്ട് അവന്റെ ദേഹം തന്നെ പൊള്ളിയാലേ മനസ്സിലാവും. ചിലർക്ക് അങ്ങനെയാണ്. വിവേകം തല്ലുകൊണ്ടാലേ ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ അവന് ഉണ്ടാകത്തില്ല. തല്ലുകൊള്ളുമ്പോൾ പിന്നെ വിവേകം, പിന്നെ വേണ്ടാധീനത്തിന് പോകത്തില്ല. പലതരത്തിലാണ് ഉണ്ടാകുന്നത്. ചിലരങ്ങനെയല്ല, ഊഹാപോഹത്തിലൂടെ മനസ്സിലാക്കും ഇത് അപകടമാണ്. അങ്ങനെയുള്ള വിവേകത്തെ, അതാണ് ഇവിടെ എന്ത് വിവേകം? ആത്മബോധത്തിന്റെ ദൃഢത. അതാണ് ആത്മബോധത്തിന്റെ ദൃഢതയിൽ അവന് വിപരീത ബുദ്ധികളെല്ലാം പോകുന്നു. തദാശ്രയൻ, ആ ബലത്തെ അവൻ ആശ്രയിച്ചു കഴിഞ്ഞാൽ കരണാനി, അവന്റെ കർണങ്ങൾ, യേശനാവിഷയെ, മറ്റു വിഷയങ്ങളിൽ, കാമ വിഷയങ്ങളിൽ, ഏനം ഹൃത്വ, അവനെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി സ്ഥാപയിതും, അവിടെ ഇരുത്തുന്നതിനുള്ള ഉത്സഹന്തേ, ആ കർണങ്ങൾ അതിന് തയ്യാറാകുന്നില്ല. അവൻ ഉറപ്പുള്ളവനാണ്, അവന്റെ മുമ്പിൽ പോയിട്ട് കാര്യമില്ല, അവനെ ചലിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് കർണങ്ങൾ തീരുമാനിക്കുന്നു. കരണാനി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വിവേക സമ്പാദനത്തിനാണ് യത്നിക്കേണ്ടത്. അത് സന്യാസപൂർവകമായി യത്നിക്കണം. അങ്ങനെ വിവേക ദാർഢ്യം വരുമ്പോൾ ജ്ഞാനബലം അത് വരുമ്പോൾ അവന് പതനം ഉണ്ടാകുന്നില്ല എന്നാ പറയുന്നു. അല്ലാതെ ഒരാള് ഇത്ര വർഷം ഇത് കേട്ടു, ഇത്ര വർഷം ഇത് പഠിച്ചു, ഇത്ര വർഷം പഠിപ്പിച്ചു, ആജീവനാനന്ദ സ്വാമിയാരായിരുന്നു, ഇതിലൊന്നും ഒരു കാര്യമില്ല. വിവേകദാർഢ്യമുണ്ടോ അവൻ പതിക്കാതിരിക്കും. വിവേകദാർഢ്യമില്ലേ എവിടെയാണെങ്കിലും പതിക്കും. ആർക്കാണോ പതനത്തെ ഒഴിവാക്കേണ്ടത് അവർ വിവേകത്തെ ദൃഢപ്പെടുത്താൻ പോകും. അതിനെന്ത് ചെയ്യണം? ശ്രവണ മനനാദി സാധനങ്ങൾ തുടരുക. എങ്ങനെ?
ഇവിടെ പറയുന്ന സാധനാഫലത്തെ ആശ്രയിക്കാതെ, അതിനെ ആശ്രയിക്കാതെ പോവുക. അതാണ് ഇവിടുത്തെ ഉപദേശം. ജ്ഞാനബലഹീനം ഹി മൂഢം, ജ്ഞാനബലമില്ലാത്ത മൂഢൻ അവിവേകിയെ അദൃഷ്ട വിഷയായാം ഏഷണായാം. അപ്പോൾ പഴയകാലത്ത് വൈദികന്മാർക്ക് സ്വർഗം പോലെയുള്ള കാര്യങ്ങളിലാണ് ഏഷണം. ഇന്നുള്ള മനുഷ്യന് ഏഷണം എന്ന് പറയുന്നത് മുമ്പിൽ കാണുന്നതിലാണ്. സാധകന് എന്താണോ അവന്റെ മനസ്സിൽ കാമന വരുന്നത് അതിലെല്ലാം അവന്, കാമ്യ വസ്തുക്കളിലെല്ലാം കാമന വരും. അദൃഷ്ട വിഷയങ്ങളിൽ എന്നാലും സ്വർഗത്തെ കാമിക്കാറൊന്നുമില്ല. കാരണം അതിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അതിലാരും കാമിക്കാറില്ല. അതുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പുമില്ല. പക്ഷെ വിശ്വാസമുള്ള കാമ്യ വിഷയങ്ങളുണ്ടവന്. താൻ ശ്രമിച്ചാൽ കിട്ടും, പ്രാപിക്കാൻ കഴിയും. അതിനുള്ളിൽ കാമമുണ്ടാകും, ആഗ്രഹമുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏനം കർണാനി നിയോജയന്തി, അവന്റെ വിവേകത്തിന് ബലമില്ലെങ്കിൽ കർണങ്ങൾ അവൻ അവിടേക്ക് കൊണ്ടുപോകും. അവിടെ മുഖ്യമെന്തായി വിവേകദാർഢ്യം, ദൃഢജ്ഞാനം. അതാണ് ആ ദൃഢജ്ഞാനത്തിനു വേണ്ടി ഉള്ള പരിശ്രമം അനുകൂലമായ സാഹചര്യത്തിൽ ചെയ്യുക, വിക്ഷേപങ്ങൾ ഉള്ള സാഹചര്യത്തിൽ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന കാമം അത് സുപ്തമായിരുന്നു. ഉറങ്ങിക്കിടങ്ങുന്നവൻ എങ്ങനെയാണോ ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോൾ ഞെട്ടി ഉണരുന്ന അതുപോലെ വിവേക വൈരാഗ്യങ്ങൾ ശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവന് തന്നെ കാമം സുപ്തമായി കിടപ്പുണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഞാൻ ഇതിനെയൊക്കെ ജയിച്ചിരിക്കുന്നു എന്ന് മരണം വരെ ആർക്കും ഉറപ്പിക്കാൻ കഴിയത്തില്ല. ഏത് സമയവും ഉറങ്ങുന്നവൻ ഉണർന്നു വരുന്നത് പോലെ ഇതുള്ളിൽ നിന്ന് ഉണർന്നു വരും അനുകൂല സാഹചര്യത്തിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു? കരുണാനി നിയോജയന്തി, അതിലേക്ക് അവനെ ചാടിക്കുന്നു. അവിടെ അവന്റെ ജ്ഞാനവും പോയി, ത്യാഗവും പോയി, എല്ലാം പോയി. അതപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് അതിൽ നിന്നൊരു പാഠമൊക്കെ പഠിച്ച് വീണ്ടും തിരിച്ച് ജ്ഞാനം എവിടെയാണ് കിട്ടുന്നത്, വിവേകം എവിടെയാണ് കിട്ടുന്നത്, വൈരാഗ്യം എങ്ങനെ ഉണ്ടാകുമെന്ന് അന്വേഷിച്ച് വരും. ചിലപ്പോൾ ആ ജന്മത്തിൽ, അല്ലെങ്കിൽ പിന്നെ വരുന്ന ജന്മങ്ങൾ എന്തായാലും വീണ്ടും തിരിച്ചു കിടക്കും. പക്ഷെ ഒരു പതനം സംഭവിക്കും. അതുകൊണ്ട് ബലം, അതാണ് മുഖ്യം. ബലം നാമ ആത്മവിദ്യയെ അശേഷ വിഷയ ദൃഷ്ടി തിരസ്കരണം എന്ന് പറയും. ഈ ബലം കൊണ്ട് എന്താ സാധിക്കേണ്ടത്? ആത്മബോധം. അതുകൊണ്ട് ആത്മവിദ്യ അശേഷ വിഷയദൃഷ്ടി തിരസ്കരണം. കാരണം അതാ ആദ്യം നമ്മൾ പറഞ്ഞ പരാതി എന്ന് പറഞ്ഞു. ആത്മബോധമുണ്ട്, പക്ഷെ ശരീരബോധമുണ്ട്. അപ്പം ആ ശരീരബോധം എന്ന് പറയുന്നതാണ് വിഷയദൃഷ്ടി. ശരീരബോധം വരുമ്പോൾ ഈ ശരീരത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും ആഗ്രഹം വരും, എല്ലാ വിഷയങ്ങളിലും കാമം ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? ഈ ശരീരബോധത്തെ തന്നെ തിരസ്കരിക്കണം. അതെന്തുകൊണ്ടേ സാധ്യമാകൂ? ആത്മബോധം കൊണ്ടേ സാധ്യമാകൂ. ആ ആത്മബോധത്തിന്റെ അഭ്യാസം വിവേക വൈരാഗ്യങ്ങളോടുകൂടിയേ സാധ്യമാകും. അല്ലാതെ ഈ ശരീരദൃഷ്ടിയെ മറ്റൊന്നുകൊണ്ടും മാറ്റാൻ ഒക്കത്തില്ല. ഇതിനാണ് ഭാഷ്യകാരൻ പറയുന്ന അവിദ്യ, വിപരീയ ബുദ്ധി. ഞാനിതാണ് എന്നുള്ള ബോധം, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, താൻ യുവാവാണ്, താൻ വൃദ്ധനാണ്, ഈ ബോധം കൊണ്ടാണ് ബാക്കിയെല്ലാം സംഭവിക്കുന്നത്. ഉള്ളിലെന്തുകൊണ്ട് കാമം ഉണ്ടാകുന്നു? ശരീരബോധം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകും? ഗാഠനിദ്രയിൽ അവന് ശരീരബോധമില്ല, അവന് കാമവുമില്ല. ഉണ്ടോ ഇല്ലയോ അറിയില്ല. എന്തായാലും അത് ശല്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ശരീരബോധമില്ല. അപ്പൊ ശരീരബോധമുള്ളവന് ഇതെല്ലാം വരും. കാമം, ക്രോധം, ഭയം, ലജ്ജ, ഈർഷ്യ, അസൂയ, എന്തെല്ലാം വികാരങ്ങളുണ്ടോ സർവ്വതും വരും.
അതിനുപേക്ഷിക്കേണ്ടതിനെയൊക്കെ ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, വിവേകം, ആത്മബോധത്തെ ദൃഢപ്പെടുത്തുക. താൻ ശരീരമാണെന്നുള്ള അതിന്റെ സ്ഥാനത്ത് അതല്ല, താൻ നിത്യശുദ്ധ മുക്തസ്വരൂപമാണെന്നുള്ള ബോധം, അതിന്റെ ദൃഢത വന്നു കഴിഞ്ഞാൽ ഈ ശരീരബോധം അവിടെ തനൂകരിക്കപ്പെടും, ലഘൂകരിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്ന വിഷയദൃഷ്ടി തിരസ്കരണം സംഭവിക്കും. അതുകൊണ്ട് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്ന എന്താണ്? ആത്മബോധത്തിന്റെ ദൃഢതയ്ക്ക്. അത് മുൻപ് അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ശ്രീ ഗുരു